കഴിവില്ലാതെയാണെന്നും സ്വാധീനത്തിന്റെ പിന്നാമ്പുറങ്ങളിലൂടെ മാത്രമാണെന്നും പറയുന്നില്ല. പക്ഷേ അയാളെക്കാരെ അടികൊണ്ടവർ, അധ്വാനിച്ചവർ, കഴിവുള്ളവർ നിൽക്കെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായും ചരിത്ര ഭൂരിപക്ഷത്തിൽ പാലക്കാട് MLA ആയും ഒരു കരിമ്പന പോലെ വളർന്ന് പന്തലിച്ച് നിങ്ങളുടെ പാർട്ടിയുടെ വെള്ളവും വളവും ഊറ്റിയല്ലേ? 1, 2, 3 ആണോ ഇനിയും പുറത്തു വരാനുള്ള മൃഗയാ നായാട്ട് പരാതികളുടെ വേട്ടാവട്ടം അയാൾ തീർത്തത് കിട്ടിയ നിങ്ങളുടെ കൊടുത്ത അധികാരങ്ങളുടെ ബലത്തിലല്ലേ എന്ന ചോദ്യങ്ങൾ പ്രസക്തമായി നിൽക്കുമ്പോഴും ഞങ്ങൾ അയാളെ പുറത്താക്കിയതാണ്, ഞങ്ങൾക്കിനി ബാധ്യതയില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് വിയർക്കാതിരിക്കുന്നെങ്കിൽ അതിനവർ നന്ദി പറയേണ്ടത് സാക്ഷാൽ VD സതീശനോടാണ്. ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ, ഭാവിയിലേക്ക് നോക്കിയ കർശനമായ രാഷ്ട്രീയ കണ്ണാണ് ആ സൈബർ വേട്ടക്കിടയിലും പിന്നോട്ടിലെ നിലപാടിൽ പടിയടച്ച പിണ്ടം വക്കൽ. എല്ലാത്തിനും ഒരു പ്രണയത്തിന്റെ അല്ലെങ്കിൽ കാപട്യ പ്രണയത്തിന്റെ ബാക്ക്ഡ്രോപ്പ്, അക്കാലത്തുള്ള ആർദ്രമായ സന്ദേശങ്ങളുടെ തെളിവ് മൂല്യം, പരസ്പര സമ്മത ബന്ധങ്ങൾ എന്ന് കോടതിയിൽ വാദിക്കാൻ ആയുധങ്ങൾ ഉണ്ടാകാം. ആ ഹോട്ടൽ മുറി ബുക്ക് ചെയ്ത് പെൺകുട്ടിയല്ലേ പിന്നെ എങ്ങനെ റേപ്പാകും എന്ന് ചോദ്യമുണ്ടാവാം. പാലക്കാട്ടെ ഹോട്ടൽ മുറിയിൽ നിന്നും രാക്കാല അറസ്റ്റ് പ്രൊസീജിയർ ലാപ്സ് ഒരു പക്ഷേ ജാമ്യത്തിന്റെ വാതിൽ തുറന്നേക്കാം. ആദ്യ കേസിൽ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത പോയ പോലീസിന്റെ കഴിവുകേട് മറക്കാൻ, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ മൈലേജ് എന്നാരെങ്കിലും പറഞ്ഞേക്കാം. പക്ഷേ ചെയ്തു കൂട്ടിയ മാനിപ്പുലേഷന്റെ കളങ്കാവൽ ഫോർമാറ്റ് കാര്യം കഴിഞ്ഞ് കൊന്നുകളഞ്ഞില്ലെന്നേ ഉള്ളൂ. രാഹുലെ, നിന്റെ അതിക്രമങ്ങൾക്ക് മേൽപ്പറഞ്ഞ ചോദ്യങ്ങൾ, സംശയങ്ങൾ രാഷ്ട്രീയമറയല്ല, പരിഹാരമല്ലൊരു മറുപടിയേ അല്ല. അത് പുറത്തു പറയുന്നത് ശരിയാണോ എന്നറിയില്ല. വേട്ടക്കിരയായ ഒരു പെൺകുട്ടിയുടെ ശബ്ദം നേർക്കുനേർ കേട്ടതാണ്. ദാമ്പത്യത്തിൽ ഒരു വിള്ളൽ മുതലെടുത്ത് ആ വിടവിലേക്ക് ഇടിച്ചു കയറി വന്നൊരുത്തൻ, പ്രതീക്ഷയുടെ കൈത്താങ്ങെന്ന് ആവർത്തിച്ചുറപ്പ് കൊടുത്തൊരുത്തൻ, ഒരു പെൺകുട്ടിയെ തകർത്തു നാനാവിധമാക്കി ട്രോമയുടെ ആഴത്തിലേക്ക് എറിഞ്ഞതെങ്ങനെ എന്ന് കാതു പൊള്ളിപ്പോകുന്ന ഒരു സാക്ഷ്യം. അമ്മയും സഹോദരിമാരും പെൺമക്കളും ഉള്ളവർക്ക് കേട്ടിരിക്കാൻ കഴിയാത്ത, ഊഹിക്കാൻ കഴിയാത്ത വയലൻസിന്റെ പരമാവധിയാണ് കേവലം കോഴിത്തരമല്ല. ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഒരിക്കൽ അവൻ ഇരച്ചു കയറി വന്നൊരു അനുഭവം, ദേഹത്തിന്റെ ഓരോ കോണും ഇഞ്ചപ്പരുവത്തിലാക്കിയതിനെപ്പറ്റി, ശരീരമൂവിന് കടിച്ചു കീറിയതിനെപ്പറ്റി, സെക്ഷൽ സാഡിസം പൂർത്തിയാക്കി അവൻ ഇറങ്ങിപ്പോയപ്പോൾ ചേട്ടാ എനിക്ക് തോന്നിയത് തെരുവുനായ ആക്രമിച്ചുവെന്നാണ്. അതേ പാറ്റേണിൽ 2ാം പരാതി, അതേ പാറ്റേണിൽ 3ാം പരാതി, അതേ പാറ്റേണിൽ ഇനിയും എത്രയാണ് പരാതികളെന്ന് ആർക്കറിയാം. ദുർബലയായ പെൺകുട്ടികൾക്ക് കാവലിന്റെ കരുത്തിന്റെ ഒരു കള്ളക്കവചം തീർക്കൽ, വിവാഹം കഴിക്കണം, കുഞ്ഞു വേണമെന്നും തേലും പാനുമൊഴുക്കൽ, അക്രാമക സെക്സിനൊടുവിൽ ബീജാവാപം, പിന്നെ ആ ഗർഭം തന്നെ ഇല്ലാതാക്കാൻ കരുതിക്കും. ഇങ്ങനെയുണ്ടോ? പല വൈകൃതങ്ങൾ കേട്ടതാണെങ്കിലും അത്തരത്തിൽ ആനന്ദിക്കുന്ന ഒരു പെർവേർഷൻ വൈകൃതം ആരെങ്കിലും കേട്ടവരാണോ? കേവലം സെക്ഷൽ ഫാന്റസി അല്ല, വലയെറിഞ്ഞു പിടിച്ച് ശരീരവും മനസ്സും മനോനിലയും ഭാവിയും കശക്കിയെറിഞ്ഞ് ചണ്ടിയാക്കി വഴിയാധാരമാക്കി വലിച്ചെറിഞ്ഞ് അടുത്തയാളെ തേടിപ്പോകുന്ന തെമ്മാടിപ്പണിയാണ്. നിയമത്തിന്റെ വഴിയിൽ അയാൾ ഇറങ്ങിയാലും ഇല്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പാഠമാണ്. രാഷ്ട്രീയക്കാരൻ എന്നല്ല, ഒരു മനുഷ്യൻ എങ്ങനെയാവരുതെന്ന പാഠം ഇപ്പോഴും തുടരുന്ന സൈബർ വേട്ടക്കിടയിലും പിടിച്ചു നിൽക്കുന്ന പെൺകുട്ടികൾക്ക് മാത്രം ഐക്യദാർഢ്യം കട്ടയ്ക്ക് നിൽക്കണം. ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ വസന്ത് സിറിയക്, ശ്രീ ജെക്സി തോമസ്, ശ്രീ MR അഭിലാഷ്, ശ്രീ സുഭാഷ് ബാബു, ശ്രീ രാഹുൽ ഈശ്വർ എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീ വസന്തിലേക്ക് പോകുന്നു. ശ്രീ വസന്ത് സിറിയക്, ഇവിടെ മാവേലിക്കര സ്പെഷ്യൽ ജയിലിൽ കഴിയുന്ന രാഹുലിനെ കാണാൻ അവിടുത്തെ പ്രാദേശിക നേതാക്കൾ പോയി കാണുന്നുണ്ട്. കാണാൻ ഞാൻ തയ്യാറല്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. അതുകൊണ്ട് കണ്ടില്ല, തിരിച്ചുപോയി. അല്ലെങ്കിൽ കണ്ടേനെ. ഏതോ വഴിപാട്, 3 മേൽ പ്രാർത്ഥനയൊക്കെ വേറൊരു നേതാവ്. ഒളിവിൽ കഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മുങ്ങിയപ്പോൾ അവിടെ സ്വീകരിക്കാൻ അവിടുത്തെ KSUക്കാർ പ്രാദേശിക നേതാക്കൾ. ഇപ്പോഴും പിന്തുണയുമായി സൈബർ അണികൾ. VD സതീശന്റെ ബോധ്യം അവർക്കുണ്ടാവാത്ത എന്താണ് ഇപ്പോഴും? വസന്ത്. അല്ല ശ്രീ ഹാഷ്മി, അങ്ങയുടെ ഇൻട്രോയിൽ പറഞ്ഞതിൽ നിന്ന് 1 ഇഞ്ച് പോലും നിലപാടിൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് വ്യത്യാസമില്ല. ഇനി 3 മേൽ കുർബാനയും ഈ കാണാൻ പോകുന്ന പ്രാദേശിക നേതാവല്ല, പ്രാദേശിക പ്രവർത്തകനാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. പാർട്ടിയിൽ ഒരു ബൂത്ത് ലെവൽ മെമ്പർഷിപ്പിൽ പോലും ഇല്ലാത്ത പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ, ഇതൊരു ഒരു ജനക്കടൽ പോലെയുള്ള ഒരു പാർട്ടിയാണ്. അതിൽ മെമ്പർഷിപ്പ് ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു ബൂത്ത് ലെവലിൽ പോലും മെമ്പർഷിപ്പ് പോലും ഇല്ലാത്തവർ ചിലപ്പോൾ കാണാൻ പോയിട്ടുണ്ടാവാം. അതിലൊന്നും വലിയ തെറ്റ് ഞാൻ കാണുന്നില്ല. അത് വ്യക്തിപരമായ ബന്ധങ്ങളുടെ പുറത്താവാം. ഇനി 3 മേൽ കുർബാന നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാവിന് വളരെ കൃത്യമായി യൂത്ത് കോൺഗ്രസ് അതിൻ്റെ നിലപാട് സ്വീകരിച്ച് ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ശ്രീ OJ ജനീഷ് കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് യൂത്ത് കോൺഗ്രസിൻ്റെ നിലപാടെന്ന് ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമായി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനും PCCയുടെ അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫും ഈ പാർട്ടിയുടെ രാജ്യത്തെ തന്നെ 2ാമനായ ശ്രീ KC വേണുഗോപാൽ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇനി അങ്ങയുടെ ഒരു വാക്കിനെ ഞാൻ കോട്ട് ചെയ്യാം. അതായത് അങ്ങ് ഏറ്റവും അവസാനം പറഞ്ഞത് ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്നുള്ളതാണ്. അതിൽ ഞാൻ അങ്ങ് ഉദ്ദേശിച്ച അർത്ഥത്തോട് ചേർന്ന് നിൽക്കുകയാണ്. അതായത് ഈ പോരാട്ടം നയിക്കുന്ന, ഈ സെക്ഷൽ പെർവേർട്സിനെതിരായി തുറന്നു പറച്ചിലുകൾ നടത്തുന്ന, അങ്ങനെ തുറന്നു പറച്ചിൽ നടത്തുമ്പോൾ വേട്ടയാടപ്പെടുമ്പോഴും അതിൽ നിന്ന് 1 ഇഞ്ച് കണുക പോലും വ്യത്യാസമില്ലാതെ വീണ്ടും പോരാട്ടം നയിക്കുന്ന യുവതികളോടെല്ലാം നമുക്ക് അതേ വികാരമാണുള്ളത്. പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ പരിപാടിയിൽ, അതായത് ഇലക്ഷൻ വരുമ്പോൾ മാത്രം അദ്ദേഹത്തിന് തോന്നുന്ന ഒരു കേന്ദ്രവിരുദ്ധതയുണ്ട്. ആ കേന്ദ്രവിരുദ്ധതയ്ക്ക് അനുകൂലമായി
ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും തലേ രാത്രി മാത്രം ഇറങ്ങി പുറപ്പെടുന്ന ഒരു സമരമുണ്ട്. ആ സമരവേദിയിൽ അദ്ദേഹം ഈ കപ്പും പിടിച്ചിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് എന്ത് ധാർമ്മിക അവകാശമാണ് അത് പറയാൻ അല്ലെങ്കിൽ അത് ഉന്നയിക്കാനുള്ളത്? അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയിലെ മുൻ MLA, അദ്ദേഹം തന്നെ നോമിനേറ്റ് ചെയ്ത് ചലച്ചിത്ര അക്കാദമിയിൽ കൊണ്ടുപോയി വെച്ച PT കുഞ്ഞു മുഹമ്മദിനെതിരായി കിട്ടിയ പരാതി 16 ദിവസം തൻ്റെ തലയുടെ അടിയിൽ കാത്തുവെച്ച് പൂഴ്ത്തി വെച്ചിട്ട് ഒടുക്കം അത് നിങ്ങളടങ്ങുന്ന മാധ്യമങ്ങൾ എയർ ചെയ്തതിൻ്റെ പുറത്ത്, ആ സമ്മർദ്ദത്തിൻ്റെ പുറത്ത് മാത്രം ആ ഓഫീസിൽ നിന്ന് പോലീസിലേക്ക് ചെയ്യപ്പെട്ടിട്ട് 6 മാസമായിട്ടില്ല ശ്രീ ഹാഷ്മി, 3-4 മാസമായിട്ട്. അല്ല വസന്ത, ഇത് ഒരു പരാതി കേരളത്തിന്റെ ഒരു പരാതി കൂടുതൽ പീഡനം, ഒരു പരാതി കുറഞ്ഞ പീഡനം, അല്ലെങ്കിൽ തീവ്രത കുറഞ്ഞ പീഡനം എന്നൊന്നുമില്ല, എല്ലാം പീഡനങ്ങൾ തന്നെയാണ്. പക്ഷേ നോക്കൂ ശ്രീ വസന്തത്തിലേക്ക്, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്ന പരാതികൾ ബാക്കി നമ്മൾ കേട്ട ഏതെങ്കിലും പരാതിയുമായി താരതമ്യമുള്ളതാണോ? 1 ആണോ 2 ആണോ 3 ആണോ? ഇനി എത്ര ഒരു ആർക്കറിയാം? സമഗ്രമായ ചൂഷണമല്ലേ ഈ പറയുന്ന. എന്താണ് സൺസ്ക്രീന്, ഷൂ, മറ്റേ 10,000 രൂപയുടെ എന്തോ സാധനം, അണ്ടർവെയർ, ഉള്ള സാധനം മുഴുവൻ ഈ പരാതിയിൽ പറഞ്ഞ വീട്ടിലേക്ക് വരുത്തിക്കുക, മേടിപ്പിക്കുക, സമഗ്രമായ ചൂഷണം നടത്തുക, ലൈംഗികാതിക്രമം നടത്തുക, എല്ലാ വൃത്തികളും അതിൻ്റെ പരമാവധിയിൽ ചെയ്യുക. ശ്രീ വസന്ത് സുരേഖ്, ഇത് നിങ്ങളുടെ പാർട്ടിക്കാരനായി നിങ്ങളുടെ പാർട്ടി കൊടുത്ത ബലത്തിൽ വളർന്നു വന്നൊരു നേതാവ് ആ അധികാരത്തിൻ്റെ ബലത്തിൽ നടത്തിയ വൃത്തികേടുകളാണ്. കോൺഗ്രസ് പാർട്ടിക്ക് അതിൽ നിന്ന് പുറത്താക്കി എന്ന് കരുതിയതുകൊണ്ട് മാത്രം അങ്ങ് പൂർണ്ണമായി കൈകഴി കളയാൻ കഴിയാത്ത നാഭീനാള ബന്ധമുണ്ട് നിങ്ങൾ തമ്മിൽ. ഒരിക്കലുമില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ പറയുന്ന കമ്പാരിസന്റെ സാധ്യത എവിടെയുള്ളത്. നോക്കൂ, രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുമ്പോഴോ അല്ലെങ്കിൽ അയാളെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയായി കൈപ്പത്തിച്ചൊന്നും കൊടുത്തു പറഞ്ഞുവിടുന്ന സമയത്തോ അയാൾക്കെതിരായി ഇങ്ങനെ ഇത്രമാത്രം രൂക്ഷമായ പരാതികൾ പാർട്ടിയുടെയോ പൊതുസമൂഹത്തിന്റെ മുമ്പിലില്ല. അതായത് ഞങ്ങൾ നേരത്തെ അങ്ങ് സൂചിപ്പിച്ച് ഞങ്ങൾ വെച്ചു കൊടുത്ത അധികാരമുണ്ടല്ലോ, ആ അധികാരം കൊടുക്കുന്ന സമയത്ത് അയാൾ ഒരു സെക്ഷൽ പെർവേർട്ടാണ് എന്ന് വെളിവാക്കലുകൾ നമ്മുടെ മുമ്പിലില്ല. എന്നാൽ മുകേഷിന്റെ കാര്യത്തിൽ അതാണോ? ഇന്ന് തന്നെ മന്ത്രിസഭയിലുള്ള മന്ത്രി സഹാവ് വീണ ജോർജ് ഇന്ത്യ വിഷന്റെ ആങ്കർ ആയിരുന്ന സമയത്ത് മുകേഷിന്റെ മുൻ ഭാര്യയുമായി നടത്തിയ ഇന്റർവ്യൂ നമ്മുടെ മുമ്പിലില്ലേ? പൂർണ്ണ ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ അടിവയറ്റിലേക്ക് ആഞ്ഞു ചവിട്ടിയ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ പറഞ്ഞത്. അത് പറഞ്ഞതിന് ശേഷം കാലങ്ങൾക്കിപ്പുറത്ത് അതേ മുകേഷിനെ കൊണ്ടുപോയി കൊല്ലത്ത് മത്സരിപ്പിച്ചില്ലേ, പാർലമെന്റിൽ മത്സരിപ്പിച്ചില്ലേ? അപ്പോൾ ഞാനതൊരു താരതമ്യം നടത്തി സമീകരിക്കാനൊന്നുമല്ല ശ്രമിക്കുന്നത്. പക്ഷെ നിലപാടുകൾ അത് കമ്പയർ ചെയ്യപ്പെടും. കോൺഗ്രസ് പാർട്ടി എടുത്തതും CPM എടുത്തതുമായ നിലപാടുകൾ 6 മാസം മുമ്പും 60 വർഷം മുമ്പും CPM ഇത്തരം വിഷയങ്ങളിൽ എടുത്തു വന്ന നിലപാടുകളെ നമ്മൾ ചർച്ച ചെയ്യണ്ടേ? 6 മാസം മുമ്പ് PT കുഞ്ഞു മുഹമ്മദിനെതിരായി, 16 വർഷം മുമ്പ് മുകേഷിനെതിരായി അടക്കമുള്ള ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ അവരെ ചേർത്ത് നിർത്തുന്ന ആരാണ്? ഇപ്പം അങ്ങ് സൂചിപ്പിച്ചില്ലേ, ഇത്തരം വിഷയങ്ങളിൽ ഒന്നും തന്നെ നമുക്ക് ഈ പറയുന്ന തൂക്കുകെട്ടയുമായി ഇറങ്ങി പുറപ്പെട്ട് അതിൻ്റെ തീവ്രത അളക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം എനിക്കോ അങ്ങേക്കോ അല്ലെങ്കിൽ CPM-കാർക്കോ ഇല്ല. പക്ഷേ നമ്മൾ ഈ തൂക്കുകെട്ടയുടെ അളവ് എന്ന ഭാഷ കേരള രാഷ്ട്രീയത്തിൽ വരുന്ന ജൻസി കുട്ടികൾക്ക് പോലും തീവ്രത അളക്കൽ എന്ന ഭാഷ എങ്ങനെയാണ് സുപരിചിതമായത്? അങ്ങേക്കറിയില്ലേ? ഇന്നത്തെ നമ്മുടെ ജൻസി കുട്ടികൾ, എൻ്റെയോ അങ്ങയോടോ മകനോ മകളോ നാളെ വളർന്നു വരുമ്പോൾ അവർക്ക് പോലും വായിൽ എടുത്തുപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അവരുടെ പോലും മുമ്പിൽ വളരെ വളരെ ഫെമിലിയറായ വാക്കായി ഈ തീവ്രത അളക്കൽ മാറിയത് ആരാണ്? അതങ്ങനെ ആക്കിയത് ഏത് പാർട്ടിയാണ്? കോൺഗ്രസ് ആണോ? അല്ലല്ലോ. സ്വന്തം സഹപ്രവർത്തകയായ ഒരു DYFIക്കാരി കരഞ്ഞ് നിലവിളിച്ച് പാർട്ടിക്ക് കൊടുത്തൊരു പരാതിയുണ്ട് P ശശിക്കെതിരായി. എന്തായിരുന്നു PK ശശിക്കെതിരായി എന്തായിരുന്നു നിലപാട്? ബാലനും ശ്രീമതി കമ്മീഷനെയും വെച്ചു. എന്നിട്ട് ആ കമ്മീഷൻ പാലക്കാടിന് വണ്ടി കയറി അവിടെ പോയി തീവ്രത അളന്ന് അവരുടെ കണ്ണീര് കണ്ടിട്ട് പോലും തിരിച്ചു വന്നിട്ട് പാർട്ടി കമ്മിറ്റിക്ക് കൊടുത്ത റിപ്പോർട്ട് തീവ്രത പോരാ. മാത്രമല്ല ഈ പറയുന്ന അക്രമങ്ങൾക്ക് മുന്നിൽ നിങ്ങൾക്ക് രാഷ്ട്രീയവാദമായി ഉയർത്താമെങ്കിലും ഈ വാട്ടവോട്ടിനൊന്നൊരു മറുപടിയല്ല. ഞാൻ എത്താം. ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ ഒരു പരാതിയാണെങ്കിൽ എന്താണ് അബദ്ധമാണെന്ന് കരുതാം, തെറ്റാണെന്ന് കരുതാം. ഒരു പരാതി, അതേ ഫോർമാറ്റിൽ 2ാം പരാതി, അതേ ഫോർമാറ്റിൽ 3ാം പരാതി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇതിനകത്ത് പ്രണയമോ സെക്സോ ഒന്നുമല്ല. ഇത് മനുഷ്യന്മാരെ അല്ലെങ്കിൽ പെൺകുട്ടികളെ കടിച്ചു കീറുന്ന മട്ടിലുള്ള എന്തോ ഒരു അക്രമി സ്വഭാവത്തിൽ കാണിക്കുന്ന ഓരോ പരാതിയും, ഓരോ പരാതികൾ പുറത്തേക്ക് വരുമ്പോഴും ഇപ്പോഴും ഞാനാണ് അതിജീവിതൻ, വേണ്ടത് പുരുഷ കമ്മീഷനാണ് എന്ന കോമാളിത്തരമൊക്കെ പറയാവോ രാഹുൽ ഈശ്വർ? ആ കോമാളിത്തരം പറയാൻ പാടില്ല, പക്ഷേ കോടതി വിധി പറയാൻ പാടുണ്ടോ? ആദ്യത്തെ കോടതി വിധി എന്താണ്? ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയിട്ടുണ്ട് ആദ്യത്തെ പരാതിക്കാരി കൊടുത്ത റേപ്പ് അലിഗേഷൻ നിലനിൽക്കില്ല എന്ന്.
കോടതി പറയുന്നുണ്ട് നിർബന്ധിത ഗർഭഛിദ്രമെന്ന ആരോപണം നിലനിൽക്കും, അതിനെക്കുറിച്ച് അന്വേഷിക്കൂ. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന ആരോപണം ഈ അവസരത്തിൽ ലഭ്യമായ വിവരങ്ങളുടെ പുറത്ത് നിലനിൽക്കില്ല. അപ്പോൾ ഒന്നാം പരാതിയിലെ പീഡനം അവിടെ പൊളിയുകയാണ്. രണ്ടാം പരാതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നു സംശയം ഈ പരാതിയിൽ ഞങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. കാര്യം KPCC പ്രസിഡന്റാണ് ഇത് അയച്ചത്. ആരുടെ ഉത്തരവാണ് ഇത്? ഉത്തരവാണ്, ഒബ്സർവേഷൻ പോലുമല്ല. ഹൈക്കോടതിയുടെ റിട്ടൺ വെർഡിക്റ്റിൽ എഴുതിയതാണ്. ഒരാൾക്കെതിരെ 10 അല്ല 100 പരാതി വന്നാലും അയാൾ കുറ്റക്കാരനാകില്ല, അയാൾക്കൊരു കൺവിക്ഷൻ വരണം. രണ്ടാമത്തെ പോയിന്റ്, ഇന്ത്യൻ നിയമ സംവിധാനവും ലോക സംവിധാനവും നിലനിൽക്കുന്നത് പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് എന്ന ആശയത്തിന്റെ പുറത്താണ്. അതായത് ഒരു വ്യക്തി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുന്നതുവരെ അദ്ദേഹം നിരപരാധിയാണ് എന്നുള്ള ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ് ഗിൽറ്റി. ഹാഷ്മിയുടെ മാധ്യമ കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ റേപ്പിസ്റ്റ് എന്നോ പെർവേർട്ടെന്നോ ഒക്കെ വിളിച്ചോളൂ, പ്രശ്നമല്ല. ഹാഷ്മിയുടെ സ്വാതന്ത്ര്യമാണ്. അങ്ങനെ ഒരു സ്ത്രീയെ വിളിക്കരുത്, കാര്യം സ്ത്രീയെ വിളിച്ചാൽ ഹാഷ്മി അകത്ത് കിടക്കും. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിക്കാം. ആണുങ്ങളെ വിളിച്ചാൽ പ്രത്യേകിച്ച് നിയമമൊന്നും ഇല്ലാത്തതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കടന്നാക്രമിച്ചോളൂ അൺഫെയർ ആയിട്ട്. പക്ഷേ ആദ്യ 2 കേസുകളിലും പീഡന കോടതിയുടെ ഭാഷ അല്ലെങ്കിൽ പ്രിസംപ്ഷൻ ഇന്നസെൻസ് വാദങ്ങൾ, എന്താണ് ലൂപ്പ് ഹോൾസ്, അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലത്തിന്റെ വാദങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത് 1 പരാതി 2 പരാതി 3 പരാതി ബാക്കി അന്തരീക്ഷത്തിലെ പരാതികൾ ഏതാണ്ട് ഒരേ സമാനമായ സ്വഭാവം. ഒറ്റ മിനിറ്റ് ഇങ്ങനെ വരുമ്പോൾ ഈ നിയമത്തിന്റെ കണ്ണിലൂടെ മാത്രം കാണുന്നത് അത് മനുഷ്യത്വ വിരുദ്ധമല്ലേ രാഹുൽ? ഈ പറയുന്നത് ഒക്കെ കള്ളമാണ് എന്നാണ് രാഹുൽ പറഞ്ഞു വരുന്നത്. യഥാർത്ഥത്തിൽ നിയമത്തിന്റെ കണ്ണിലൂടെ കാണാതെ, ജഡ്ജിയുടെ കണ്ണിലൂടെ കാണാതെ, ഉത്തരവിന്റെ കണ്ണിലൂടെ കാണാതെ പ്രൊപ്പഗാൻഡ പറയുന്നതല്ലേ മനുഷ്യത്വ വിരുദ്ധം? ഹാഷ്മിയുടെ പ്രേക്ഷകർക്കായി ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. എന്റെ സമയം മുഴുവൻ തിരിച്ചു വന്നിരിക്കുന്നു. ആദ്യ പരാതി പീഡനം നിലനിൽക്കില്ലെന്നും രണ്ടാമത്തെ പരാതിയിൽ സംശയവുമുണ്ടെന്ന് രാഹുൽ ഈശ്വർ പറയുന്നത് കോടതി പറഞ്ഞതാണോ? യെസ് ഓർ നോ എന്ന് പറയാമോ? എങ്ങനെ? ആദ്യത്തെ പരാതിയിൽ പീഡനം നിലനിൽക്കില്ല എന്നും രണ്ടാമത്തെ പരാതിയിൽ സംശയമുണ്ടെന്നും കോടതി ഉത്തരവിൽ എഴുതി വെച്ചു എന്ന് രാഹുൽ ഈശ്വർ പറയുന്നത് സത്യമാണോ? യെസ് ഓർ നോ? നിയമത്തിന്റെ ചോദ്യമാണ്. അത് കോടതിയിൽ പറയേണ്ടതും കോടതി പറയേണ്ടതുമാണ്. ഞാൻ ചോദിക്കുന്നതല്ല, ഞാൻ ചോദിക്കുന്നത് സദാചാരത്തിന്റെയും ധാർമ്മികതയുടെയും ചോദ്യമാണ്. രാഹുൽ ഈശ്വർ അല്ല, സദാചാര പോലീസ് അല്ല, സദാചാര പോലീസ് പറയുന്നതല്ല. രാഹുൽ ഈശ്വർ ഇവിടെ ഉപേക്ഷ പ്രകാരമുള്ള സെക്ഷൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ്. അതിനുള്ള തെളിവ് രാഹുലിന്റെ മക്കൾ ഉണ്ടാവാതിരിക്കാം, രാഹുൽ മക്കൾ ഉണ്ടാവാതിരിക്കാം. ഇതൊരു സ്ത്രീയെ കടിച്ചു കീറി ദേഹമാസകലം മുറിവേൽപ്പിച്ച് ചണ്ടി പോലെ വലിച്ചെറിഞ്ഞു എന്ന് പെൺകുട്ടികൾ പറയുന്ന കള്ളമാണോ രാഹുലെ? അത് കള്ളമാണെന്ന് രാഹുൽ നിലപാടുണ്ടോ? കള്ളമാണെന്ന് രാഹുൽ നിലപാടുണ്ടോ? ഞാൻ ഓഡിയോ ക്ലിപ്പ് അയച്ചു തരാം, രാഹുൽ കേട്ടു നോക്ക്. മറുപടി പറഞ്ഞോട്ടെ. രണ്ട് വരിയിൽ പറയാം. ഒന്നാമത്തേത്, ഹാഷ്മിയുടെ പ്രേക്ഷകർ ശ്രദ്ധിക്കണം. വളരെ പോയിന്റഡ് ആയിട്ട് യെസ് ഓർ നോ എന്ന് പറഞ്ഞപ്പോൾ ഹാഷ്മി എത്ര വിദഗ്ധമായി കുതറി മാറി എന്ന്. അതായത് ബഹുമാനപ്പെട്ട കോടതികൾ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വിധിന്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളെയാണ് പറയുന്നത്. ആദ്യത്തെ 2 പരാതി. ഇനിയും ഹാഷ്മി പറഞ്ഞ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, എന്നെ അറസ്റ്റ് ചെയ്യും. ആ പെൺകുട്ടികളെ ഉപദ്രവിച്ചു, ചില രീതിയിലാക്കി, ആ പെൺകുട്ടികളെ കടിച്ചു, തുപ്പി, ഉപദ്രവിച്ചു എന്നൊക്കെ. ഇതെല്ലാം കഴിഞ്ഞ് ആ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ഫ്ലാറ്റ് മേടിക്കാൻ തീരുമാനിച്ചു. റേപ്പ് ചെയ്ത, ഉപദ്രവിച്ച, ഹാഷ്മി പറയുന്ന രീതിയിലാക്കിയ ആ പെൺകുട്ടി രാഹുൽ ലവ് 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 എന്നാണോ മൊബൈൽ ഫോണിൽ പേര് സേവ് ചെയ്തിരുന്നത്? ഇത്രയും തന്നെ റേപ്പ് ചെയ്യുകയും ഉപദ്രവിക്കുകയും ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ഫ്ലാറ്റ് മേടിക്കുന്ന കാര്യം ആ പെൺകുട്ടി ചിന്തിച്ചോ? എൻ്റെ അടുത്ത സുഹൃത്തായ ശ്രീ വസന്ത് പറയുന്ന സെക്ഷൽ പെർവേർട്ട് എന്ന് വെളിവാക്കപ്പെട്ട രാഹുലിനോടൊപ്പം ഫ്ലാറ്റ് മേടിച്ച് ജീവിക്കാനും 10,000 രൂപയ്ക്ക് സാധനം മേടിച്ചു കൊടുക്കാനും സൺസ്ക്രീൻ മേടിച്ചു കൊടുക്കാനും രാഹുൽ മാങ്കൂട്ടത്തിന് ആ പെൺകുട്ടി ചെയ്തെങ്കിൽ ഒന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ആ പെൺകുട്ടി ഈ പറയുന്നതിൽ എന്തോ വൈരുദ്ധ്യമുണ്ട്. അതുകൊണ്ടാണ് ഹാഷ്മി ശ്രീ MR അഭിലാഷ് ഗുരുതരമായ ആരോപണങ്ങൾക്കിടയിലും പെൺകുട്ടികൾ ആവർത്തിച്ച് പറഞ്ഞതിനിടയിലും രാഹുലിന്റെ കണ്ണിൽ 3 ലവ് ആണ് പെടുന്നതെങ്കിൽ അത് രാഹുലിന്റെ പ്രശ്നമാണ്, പെൺകുട്ടിയുടെ പ്രശ്നമല്ല. അല്ല, ഒരു വരി പറഞ്ഞോട്ടെ, ഒറ്റ വരിയെ പറയൂ. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് പെൺകുട്ടിയുടെ മൊഴി മാത്രം മതി പുരുഷനെ അകത്തിടാൻ. പക്ഷേ ഗേൾ ഷുഡ് ബി ദ സ്റ്റെർലിംഗ് വിറ്റ്നസ്. ആ മൊഴി സ്റ്റെർലിംഗ് ആയിട്ടുള്ള വിറ്റ്നസ് ആയിരിക്കണം. റേപ്പ് ചെയ്തതിന് ശേഷം രാഹുൽ ലവ് 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 എന്നും രാഹുലിനോടൊപ്പം ഫ്ലാറ്റ് മേടിക്കാൻ തീരുമാനിക്കുകയും 10,000 രൂപയ്ക്ക് സാധനം മേടിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ അത് ശരിയാണ് എന്ന് ഏതെങ്കിലും മലയാളി വിശ്വസിക്കുമോ? ശരി, ഞാൻ എത്താം. MR അഭിലാഷ്, ഇവിടെ രാഹുൽ ഈശ്വർ പറയുന്നത് ശാസ്ത്രമംഗലത്തിന്റെ വാദമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ വാദിക്കാൻ പോകുന്ന വാദമാണ്. ആ വാദത്തിൽ ചില ഉപേക്ഷി പരസ്പര സമ്മതമാണെന്ന് സ്ഥാപിക്കാൻ ആവശ്യമായ ചില എലമെന്റ് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. MR അഭിലാഷ്, ആദ്യ പരാതിയിൽ 2ാം പരാതിയിലൊക്കെ രാഹുൽ ഈശ്വർ പറഞ്ഞതിൽ ചില കാര്യമുണ്ട്. സംശയത്തിന്റെ ആനുകൂല്യങ്ങൾ കോടതിയിൽ കൊടുക്കുന്നുണ്ട്. ഈ ഡിലേഡ് FIR എന്നുള്ളത് അവിടെ പ്രശ്നമാകുന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഡിലേഡ് FIR ഈ കേസിൽ പല കാരണങ്ങളുമുണ്ട്. അത് ഈ 3ാം കേസിലും ബാധകമാകുന്ന ഒന്നല്ലേ? നമ്മൾ ഈ പറയുന്ന പരാതിയിലെ തീവ്രത, അതിലെ ധാർമ്മികത, ഒരു രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെ ആവരുത് എന്നതിൻ്റെ പാഠം, അതിൻ്റെ സദാചാരം, ബോധങ്ങൾ, മൂല്യങ്ങൾ, അതിനൊക്കെ അപ്പുറം യഥാർത്ഥത്തിൽ ഇത് കോടതിയിൽ നിൽക്കുന്ന കേസാണോ ശ്രീ MR അഭിലാഷ്?
ശ്രീ ഹാഷ്മി, കോടതിയിൽ ഒരു കേസ് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ ബെയിൽ ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യുന്ന വേളയിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു നിഗമനമല്ല. അത് വിചാരണയ്ക്ക് ശേഷം മാത്രം തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഉഭയകക്ഷി സമ്മതത്തോടുകൂടിയാണ് ഈ ബന്ധമുണ്ടായത് എന്ന് പറയുമ്പോൾ തന്നെയും ഈ കൺസെൻറ്റിനെ നിയമം പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. പല ഡയമെൻഷൻസ് ഉണ്ട് ഈ കൺസെൻറ്റിന്. ആ കൺസെൻറ്റ് വോളണ്ടറി ആയിട്ട് ഇൻഫോംഡ് ആയിട്ടുള്ള കൺസെൻ്റ് ആണെങ്കിൽ മാത്രമേ അത് കൺസെൻറ്റ്, അതായത് സ്വന്തം ശരീരത്തിൽ സ്പർശിക്കാൻ മറ്റൊരാൾക്ക് അനുമതി കൊടുക്കുക അല്ലെങ്കിൽ ആ സ്പർശനത്തിൻ്റെ ആ പ്രക്രിയയുടെ ഭാഗമാകുക എന്ന അനുമതി ഏത് തരത്തിലാണ് നിലനിൽക്കുന്നത് എന്നൊക്കെ തന്നെ നിയമം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഉഭയകക്ഷി പ്രകാരമായിട്ടുള്ള ഒരു ഇപ്പം തന്നെ ഫോൾസ് പ്രോമിസ് ഓഫ് മാരേജ് എന്ന് പറയുന്ന വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞൊരു വ്യക്തിയുമായിട്ട് ചെങ്ങാത്തത്തിൽ ഏർപ്പെടുക, അങ്ങനെയുള്ള ഒരു ബന്ധത്തിൽ ഇടപഴകുക, പിന്നീട് വിവാഹം കഴിക്കാതെ അത് ആ ഒരു പ്രോമിസിൽ നിന്നും പിൻവാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിൽ നിലനിൽക്കുമോ? അപ്പോൾ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമാണെങ്കിലും നിയമം അതിന് വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഒരു ജാമ്യാപേക്ഷയുടെ പരിഗണനാ വേളയിൽ കോടതി നടത്തുന്ന നിരീക്ഷണങ്ങൾ ജാമ്യ ഹർജി തീർപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ്. ശ്രീ രാഹുൽ ഈശ്വർ പറയുന്ന വാദങ്ങളിൽ കഴമ്പില്ല എന്നല്ല പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ആരെങ്കിലും ഒരു ലൈംഗിക പീഡന കേസ് ഉയർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ, ആരെങ്കിലും എന്ന് പറഞ്ഞാൽ ഒരു പരാതിക്കാരി അത് ഉയർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് വിവാദമാകുമ്പോൾ പ്രശസ്തരാണെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ വ്യാപകമായിട്ട് ആ വ്യക്തിക്കെതിരെ ഒരു ഒപ്പീനിയൻ മൊബിലൈസേഷനുള്ള ഒരു ശ്രമമുണ്ടാകും. പലപ്പോഴും ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള പരാതികൾ ഉയർന്നു വരികയും ചെയ്യും. പക്ഷേ ഓരോ കേസിനെയും അതിൻ്റെ വസ്തുതകളുടെ വെളിച്ചത്തിലാണ് നാം വിലയിരുത്തേണ്ടത്. ഇപ്പോൾ താങ്കൾ ആദ്യം ചൂണ്ടിക്കാട്ടിയതുപോലെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുള്ള കേസ് 1 അല്ല 2 അല്ല 3 അല്ല, ഇനി 3 വരെ ഇപ്പോൾ പുറത്തിങ്ങനെ വരികയുണ്ടായി പരാതിയുടെ രൂപത്തിൽ. ഇനിയും വന്നേക്കാം. പുറത്തു വരാത്ത അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗദ്ഗതകണ്ഠരായിട്ട് നിൽക്കുന്ന നിരവധി ഇരകളോ അല്ലെങ്കിൽ സങ്കടമുള്ള ആൾക്കാരോ ഉണ്ടാകും. അപ്പോൾ ഇവിടെ ശ്രീ രാഹുൽ ഈശ്വറിൻ്റെ നിലപാടെന്ന് പറഞ്ഞാൽ ഹീസ് എ കോസ് ആക്ടിവിസ്റ്റ്. എനിക്ക് വളരെയധികം സ്നേഹമുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഒരു കോസ് ആക്ടിവിസ്റ്റായിട്ട് മാറുമ്പോൾ ഇതിനകത്ത് സത്യവും കള്ളവും തിരിച്ചറിയുവാനുള്ള ഒരു മനസ്സ് ശ്രീ രാഹുൽ കാണിക്കാറില്ല. ബസ്സിൽ ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ച ഒരു സവാദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വിഷയം ഉയർന്നു വന്നപ്പോഴും ശ്രീ രാഹുൽ ഈശ്വർ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുൻപിൽ ഈ സവാദിനെ ന്യായീകരിച്ചുകൊണ്ട് അതിൻ്റെ ശരിയും തെറ്റും എത്രത്തോളം അദ്ദേഹം മനസ്സിലാക്കിയെന്നറിയില്ല, അതിശക്തമായ നിലപാടുമായി വന്ന് ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ ഒക്കെ അദ്ദേഹത്തിനെ ന്യായീകരിക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് ഒരവസരത്തിൽ ഈ സവാദ് പിടിക്കപ്പെടുകയുണ്ടായി. അങ്ങനെ വരുമ്പോൾ ശ്രീ രാഹുൽ ഈശ്വറിന് തിരിഞ്ഞു നോക്കുമ്പോൾ അതെങ്ങനെയാണ് അത് സംഭവിച്ചത്? പിന്നെയും പിടിച്ചു. അപ്പോൾ പിന്നെയും പിടിച്ചു കഴിഞ്ഞിട്ട് രണ്ടാമത് പിടിച്ചതിൻ്റെ ന്യായീകരണം ശ്രീ രാഹുൽ ഈശ്വർ നടത്തിയത് എങ്ങനെയാണ് എന്നെനിക്ക് ഓർമ്മ വരുന്നില്ല. ഇനി നടത്തിയോ എന്നും അറിയില്ല. അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ ആദ്യം അദ്ദേഹം ഇരയാക്കപ്പെടുകയും രണ്ടാമത് ശരിക്ക് ബസ്സിൽ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന ഒരു ഡിഫറൻസിയേഷനിലേക്ക്, വസ്തുതകളുടെ വെളിച്ചത്തിലേക്ക് അദ്ദേഹം പോകുമോ എന്നും അറിയില്ല. ഈ കോസ് ആക്ടിവിസ്റ്റുകൾക്കൊക്കെ വരുന്നൊരു വിഷയം, അവരവിടെ വസ്തുതകളെ അവർ ബലിയാക്കിക്കൊണ്ട് അവരുടെ നിലപാടുകൾക്ക് വേണ്ടി ആരുടെ ജീവൻ ചതഞ്ഞരഞ്ഞാലും തങ്ങളുടെ നിലപാടാണ് ശരിയെന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമുണ്ട്. ഇവിടെ ഉഭയകക്ഷി പ്രകാരമുള്ള ബന്ധമാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് നിയമ നടപടിയിലൂടെ സ്വീകരിക്കാൻ. ഇവിടെ രാഹുൽ ഈശ്വർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടി ധൈര്യമാണ്, ശാസ്ത്രമായിട്ട് ധൈര്യമാണ് എന്ന് പറഞ്ഞാൽ ഇതിലൊരു പ്രണയത്തിന്റെയോ അല്ലെങ്കിൽ യഥാർത്ഥ പ്രണയമാണെങ്കിൽ അങ്ങനെ ചണ്ടി പോലെ വലിച്ചെറിയാൻ പറ്റുമോ? വഴിയില്ല. അപ്പോൾ ഒരു കാപട്യ പ്രണയത്തിന്റെ ഒരു ബാക്ക്ഡ്രോപ്പ് ഉണ്ട്, ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അക്കാലത്തുള്ള മെസ്സേജുകളുണ്ട്. ഇപ്പോൾ ഇത്തരത്തിൽ മാരകമായി ഉപദ്രവിച്ചതിന് ശേഷവും പിന്നെയും അങ്ങോട്ടേക്ക് പോവുകയും പിന്നെയും അത് പാച്ചപ്പ് ചെയ്യുകയും പിന്നെയും തുടരുന്ന സന്ദേശങ്ങളൊക്കെ ഉണ്ട്. ആ സന്ദേശങ്ങളൊക്കെ ഈ പറയുന്ന കോടതിയിൽ തെളിവായി ഹാജരാക്കാനിരിക്കുകയാണ് രാഹുലും അഭിഭാഷകനും. അപ്പോൾ ഈ രാഹുൽ ഈശ്വർ വെറുതെ പറയുന്നതല്ല, അതിനകത്തൊരു പോയിന്റ് ഉണ്ടെന്ന് തോന്നുന്നു. ക്രിമിനൽ ഇന്റിമിഡേഷൻ അല്ല, ഇതിനകത്ത് ശ്രീ ഹാഷ്മി ഭീഷണിപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് ആദ്യത്തെ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് ശ്രീ രാഹുലുമായിട്ട് ബന്ധപ്പെട്ട് നിന്നെ കൊല്ലാനാണെങ്കിൽ എനിക്കത് വളരെ ലളിതമായിട്ട് കഴിയില്ലേ, ഈസിയായിട്ട് കഴിയില്ലേ എന്ന തരത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഓഡിയോ പുറത്തു വരികയുണ്ടായി. അത് ശ്രീ രാഹുൽ നിഷേധിക്കുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒരു വ്യക്തിയെ കൊല്ലുന്നത് വളരെ നിസ്സാരമാണ് എന്നൊരു വ്യക്തി പറയുന്നുണ്ടെങ്കിൽ എത്രത്തോളം അത് വിചാരണയിൽ നമുക്ക് ഈ ഓഡിയോയുടെയൊക്കെ സത്യസന്ധത വിലയിരുത്താൻ സാങ്കേതികമായിട്ട് കഴിയേണ്ടതായിട്ടുണ്ടെങ്കിൽ കൂടിയും
ഒരു വ്യക്തി നിന്നെ കൊല്ലാൻ ഈസിയായിട്ട് എനിക്ക് കഴിയില്ലേ എന്ന് പറഞ്ഞ് അത്തരത്തിലൊരു ഭീഷണി മുഴക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ആ വ്യക്തിയുടെ കൂസലില്ലായ്മ. ഒരു ജനപ്രതിനിധിയായിട്ടുള്ള വ്യക്തി ഇത്ര ഒട്ടും കൂസലില്ലാതെ താൻ ചെയ്ത കൃത്യത്തെ ന്യായീകരിക്കുന്നു എന്ന് മാത്രമല്ല, പരാതിക്കാരിക്കെതിരെ ഭീഷണി ഉയർത്തുക എന്ന് പറയുന്നതൊക്കെ വളരെ ഗൗരവകരമായിട്ടുള്ള കാര്യമാണ്. ഐ ഫൗണ്ട് ഇറ്റ് സോ ഷോക്കിംഗ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിനെ വളരെ സിഗ്നിഫിക്കൻ്റായിട്ട് അഫക്റ്റ് ചെയ്തൊരു വിഷയമാണ് അദ്ദേഹം ഈ ഭീഷണി ഉയർത്തിയത്. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ ത്രട്ടൺ ചെയ്തുകൊണ്ടുള്ള സന്ദേശത്തിൻ്റെയൊക്കെ എവിഡൻഷ്യറി വാല്യൂ അസസ് ചെയ്യേണ്ടുന്നത് വിചാരണയിലാണ്. ആ വിചാരണ വേളയിൽ കണ്ടെത്തേണ്ടതായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ചിട്ടാണ് ശ്രീ രാഹുൽ ഈശ്വർ പറയുന്നത്. പേരിങ്ങനെ സേവ് ചെയ്താൽ മതിയോ? ഓക്കെ, അതൊക്കെ വിചാരണ വേളയിൽ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ ഒരു പാറ്റേൺ ഇങ്ങനെ ഇപ്പം പ്രയർ കൺവിക്ഷൻസ് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെയും ഇതൊക്കെ തന്നെ ക്രിമിനൽ റെക്കോർഡ്സാണ്. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഇവിടെ വ്യത്യസ്തമാകുന്ന, അദ്ദേഹം ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി ആ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് ജനസമൂഹത്തിൽ അവതരിപ്പിച്ച് പത്തനംതിട്ടക്കാരനായിട്ടുള്ള വ്യക്തിയെ പാലക്കാട് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി ആ പാർട്ടിയുടെ ബാനറിൽ, അല്ലാതെ ശ്രീ രാഹുലിനെ ചാനൽ ചർച്ചകളിലൂടെ ജനങ്ങൾ അറിയുന്ന അദ്ദേഹം കഴിവുള്ള വ്യക്തിയാണ്. എനിക്കും സൗഹൃദവും സ്നേഹവും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇതുപോലെ പൊതുബോധത്തെ എഫക്റ്റ് ചെയ്യുന്ന ഒരു വിഷയത്തിൽ നമുക്ക് ആ സൗഹൃദമൊന്നും ആയിരിക്കരുതല്ലോ അഭിപ്രായം പറയാൻ നമ്മളെ പ്രേരിപ്പിക്കേണ്ടത്. അപ്പോൾ പത്തനംതിട്ടയിൽ നിന്നും പാലക്കാട് കൊണ്ട് അവിടെ പാർട്ടി അവിടെ ഇറക്കി ഇലക്ഷന് നിർത്തി ജയിച്ചു വന്ന ഒരു വ്യക്തി ഇത്തരത്തിലുള്ള കേസുകളിൽ നിരന്തരമായിട്ട് കുറ്റാരോപിതനാകുന്നത് ജനാധിപത്യ പ്രക്രിയയിൽ വളരെ ഗൗരവമായിട്ടുള്ള ചോദ്യം ഉയർത്തുന്നത് തന്നെയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ രണ്ട് വിഷയത്തിൽ 2 കേസുകൾ നിൽക്കുന്നതിൽ ഹൈക്കോടതിയിൽ ഒരെണ്ണം തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളൂ. മൂന്നാമത്തത് ഇപ്പോൾ അദ്ദേഹം അറസ്റ്റിലായിരിക്കുകയാണ്. അപ്പോൾ വിചാരണ വേളയിൽ മാത്രം തെളിയിക്കപ്പെടേണ്ടുന്ന വിഷയം ആണ് ഇതിനകത്തെ എത്രത്തോളം ഇതിനകത്ത് അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ കുറ്റാരോപണം എങ്ങനെ തെളിയിക്കപ്പെടുന്നു എന്നുള്ളതൊക്കെ വിചാരണയിൽ മാത്രം തെളിയിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ കുറ്റാരോപിതൻ്റെ അഭിഭാഷകൻ തൻ്റെ കക്ഷിക്ക് വേണ്ടി ഉയർത്തുന്ന, കോടതിയിൽ ഉയർത്തുന്ന വിഷയം ഇവിടെ ഒരു ജനപ്രതിനിധിയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പൊതുചർച്ചയിൽ ഉയർത്തപ്പെടുമ്പോൾ ഇതിനകത്തൊരു ഡിഫറൻസിയേഷൻ വ്യക്തമാണ്. പിന്നെ നിർബന്ധിച്ചിട്ടുള്ള ഗർഭഛിദ്രം എന്നൊക്കെ ഉള്ളത് ഗൗരവമായിട്ടുള്ള വിഷയമായിട്ട് തന്നെ കോടതികൾ കണക്കാക്കപ്പെടുന്നതാണ്. അപ്പോൾ ഇത് നാം കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്, ഇതെങ്ങനെയാണ് ഇതിൻ്റെ വിചാരണയിൽ വരുന്നതെന്നുള്ളത്. പക്ഷേ താങ്കൾ സൂചിപ്പിച്ചതും ഞാനും ചിന്തിച്ചുകൊണ്ടിരുന്നതുമായിട്ടുള്ള ഈ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ഈ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പാറ്റേൺ, വിക്ടിമിനെ ഇൻറ്റിമിഡേറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ പ്രവണത, ആ പ്രവണത ഓഡിയോ ആയിട്ടും ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും ഒക്കെ പുറത്ത് സമൂഹത്തിൽ ഇപ്പം ഓടിക്കളിക്കുന്നുണ്ട്. ജനങ്ങളുടെ മനസ്സിലേക്ക് ഇത്തരത്തിലുള്ള സന്ദേശം വരുന്നുണ്ട്. ഇതിനെയൊക്കെ എങ്ങനെയാണ് നമുക്ക് നിരാകരിക്കുവാൻ കഴിയുക? പിന്നെ പോലീസിന് ഒരു FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലേ? ഇപ്പം എന്താ മെഡിക്കൽ പരിശോധന നടത്തേണ്ടത് നിയമത്തിലൊരു അനിവാര്യതയൊന്നുമല്ല അറസ്റ്റ് ചെയ്യുന്നതിന്. അത് എവിഡൻസ് കളക്ഷൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഒരു ഇതുപോലെ റേപ്പ് എന്ന് പറയുന്ന ഗൗരവകരമായിട്ടുള്ള ഒരു കുറ്റം ആരോപിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഏജൻസിക്ക് അതിനകത്ത് ആരോപണത്തിൻ്റെ സത്യസന്ധത അസർട്ടൈൻ ചെയ്തതിന് ശേഷം അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും അവർക്ക് അധികാരമുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള മെഡിക്കൽ റിപ്പോർട്ടുകൾ, മെഡിക്കൽ പരിശോധനാ റിപ്പോർട്ട്, അത് എവിഡൻസ് കളക്ഷൻ്റെ ഭാഗമായിട്ട് കോടതിയിൽ ആ കേസിനെ ഫോർട്ടിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പോലീസ് ചെയ്തത് മൂന്നാമത്തെ കേസാണ് ഉയർന്നു വരുന്നതെന്ന് പരിഗണിക്കുമ്പോൾ പോലീസിന്റെ അധികാര വിനിയോഗത്തിനെ നമുക്കൊരു കുറ്റപ്പെടുത്തുവാൻ കഴിയില്ല. ശ്രീ ഹാഷ്മി, ശ്രീ ജയിക്കിലേക്ക് വരുന്നത് സുഭാഷ് ബാബു, ഇവിടെ ശ്രീ TP സംഘമാർ മുൻ DGP ചില കൺസേൺസ് അദ്ദേഹം ഫേസ്ബുക്കിൽ പറയുന്നുണ്ട്. ടെക്നിക്കലാണ് എന്ന് പറഞ്ഞാൽ പോലും അതിൽ ചോദിക്കുന്നത് പോലീസിനും കോടതിക്കും ബലാത്സംഗ പരാതിയിലെ ബാലപാഠങ്ങൾ അറിയണ്ടേ? ഒരു ബലാത്സംഗ പരാതി ഇന്ന സ്ഥലത്ത് നിന്നും ഇമെയിലായി പരാതിക്കാരി സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് BNSS വകുപ്പ് 173(1)(2) കിട്ടിയിട്ടുണ്ടോ? അപ്രകാരം കിട്ടിയെങ്കിൽ മൂന്നാം ദിനം പരാതിക്കാരെ വിളിച്ചു വരുത്തുന്നതിന് പോലീസ് ഓഫീസർ റിപ്ലൈ മെയിൽ അയച്ചിട്ടുണ്ടോ? റിപ്ലൈ മെയിൽ അയച്ചെങ്കിൽ പരാതിക്കാരി സ്റ്റേഷനിൽ വന്ന് ഇമെയിൽ ഒപ്പിട്ട് നൽകിയോ? അങ്ങനെ നൽകിയാൽ മാത്രമല്ലേ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയൂ. ഇനി പോട്ടെ, നിയമവിരുദ്ധമായിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിൽ പോലും പരാതിക്കാരിയെ BNSS വകുപ്പ് 184(1) പ്രകാരം കേസെടുത്ത തീയതി മുതൽ 24 മണിക്കൂറിനകം അതിജീവിതയെ വൈദ്യപരിശോധന നടത്തിയോ? പോട്ടെ, അങ്ങനെ വൈദ്യപരിശോധന പോലും നടത്താതെ എങ്ങനെയാണ് വകുപ്പ് 35(1)(b) പ്രകാരം പരാതി വിശ്വാസയോഗ്യമാകുക? തുടങ്ങിയ കുറേയധികം പോയിന്റുകൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഈ അറസ്റ്റിൽ പ്രൊസീജിയർ ലാപ്സ് അങ്ങ് കാണുന്നുണ്ടോ ശ്രീ സുഭാഷ് ബാബു? അല്ലാതെ കുറച്ച് ഒരു പ്രതികാര നടപടി എന്നുള്ള രീതിയിൽ പോലീസ് വളരെ അവധാനതയോടുകൂടി ചെയ്തൊരു കാര്യമല്ല എന്ന് എനിക്കും ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 154, അതായത് പഴയ CRPC അനുസരിച്ച്, പഴയ നിയമം അനുസരിച്ചിട്ടാണ് ആ കാലത്താണ് ഈ കേസ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് അതനുസരിച്ചുള്ള കേസുകളാണ്. 154 ഏതായാലും ഇതേമാതിരിയുള്ള നടപടികൾ നടത്തപ്പെടണം എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അദ്ദേഹം അക്കൗണ്ടന്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപടിയിൽ പോലീസിനെ സംബന്ധിച്ച് വന്ന വീഴ്ചയാണ്. അത് പോലീസ്
വളരെ ഹേസ്റ്റി ആയിട്ട് അറസ്റ്റ് ചെയ്യാൻ എങ്ങനെ വന്നാലും അറസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഒരു വിവരത്തോടു കൂടിയിട്ടുള്ള ചിന്തയില്ലാതെ, തീരുമാനമില്ലാതെ, ഉപദേശമില്ലാതെ ചെയ്യപ്പെട്ടു എന്ന് അദ്ദേഹം പറഞ്ഞതിൽ തെറ്റ് ഞാൻ കാണുന്നില്ല. കാരണം അത് നമുക്കൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് പെട്ടെന്ന് ആ ഒരു ചോദ്യങ്ങൾ മിക്കവാറും നമ്മളുടെ മനസ്സിലേക്ക് വന്നിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ പ്രൊസീജിയർ ഇറഗുലാരിറ്റീസ് ഉണ്ട്. പക്ഷേ അതൊന്നും താൽക്കാലികമായ അറസ്റ്റിനെയോ അല്ലെങ്കിൽ റിമാൻഡിനെയോ ഒന്നും ബാധിക്കില്ല. എന്നിരുന്നാൽ തന്നെയും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നടപടിക്രമങ്ങൾ പാലിക്കാതെ ചെയ്തു കഴിഞ്ഞാൽ നിയമത്തിന് കുറച്ചൊരു അസാധുവിൻ്റെ പരിധിയിലേക്ക് അത് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് നിയമപരമായിട്ട് അദ്ദേഹം ചോദിച്ചത് ശരിയാണ്. അത് നടപടി ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഇതേമാതിരി അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്, അത് അദ്ദേഹത്തിൻ്റെ ധാർമ്മികത, അതായത് സാമൂഹ്യമായിട്ടും രാഷ്ട്രീയമായിട്ടും അദ്ദേഹത്തിൻ്റെ ധാർമ്മികതയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആർക്കും അഭിപ്രായമില്ല, അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ അവിടെ പറയുന്നത് എന്താണെന്ന് പറയും, ജനപ്രതിനിധി എന്ന് പറയുന്നതിനേക്കാൾ മുമ്പുള്ളതാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന അവസരത്തിൽ ചെയ്ത ഈ കോപ്രായങ്ങളൊക്കെയാണ് ഇതിലധികവും വരുന്നത്. അല്ലാണ്ട് പിന്നെ ജനപ്രതിനിധി ആയതിനു ശേഷമുള്ള കേസുകൾ വരാത്തത് കൊണ്ട് അത് സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ നേതാവ് എന്നുള്ളതിൻ്റെ പരിധിയിൽ നമുക്കതിനെ കണ്ടാൽ മതി. എന്നിരുന്നാലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇത് ചെയ്യുന്ന അവസരത്തിൽ നിയമപരമായിട്ട് തങ്ങൾക്ക് വീഴ്ച വരരുത് എന്ന് ഒരു ഗ്രഹപാഠം അവർ ചെയ്യേണ്ടതാണ്. ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ബാധിക്കും. ഒരു റേപ്പ് എന്ന് തിരിച്ചടി എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റില്ല. പക്ഷേ പ്രൊസീജിയർ ഇറഗുലാരിറ്റീസ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാലും അത് പ്രതിക്ക് അനുകൂലമായിട്ട് വരുന്നൊരു നിയമ സംവിധാനമാണ് നമ്മുടെ ഇവിടെ നിലവിലിരിക്കുന്നത്. അത് എങ്ങനെയാണ് കോടതി അതിനെ കാണുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. നമുക്ക് ഇറഗുലാരിറ്റീസ് ഉണ്ടെന്ന് പറയുകയും കോടതിയിൽ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുക. പക്ഷേ കോടതി അത് ഏത് രീതിയിൽ എടുക്കും എന്നുള്ളത് നമുക്ക് ഈ അവസരത്തിൽ പറയാൻ പറ്റില്ല. ഒരു മുൻവിധിയോടുകൂടി നമുക്ക് നിയമപരമായിട്ട് തീരുമാനമായതുകൊണ്ടെന്ന് നേരത്തെ പറയാൻ പറ്റില്ല. എന്നിരുന്നാൽ തന്നെയും ഇനിയും ഒരു റേപ്പ് എന്ന് പറയുന്ന അവസരത്തിൽ അതിനകത്തൊരു ഭീഷണിയുടെ സ്വരമുണ്ട് പറയുന്നു. ആ ഭീഷണി എന്ന് പറയുന്നത് ഭീഷണിപ്പെടുത്തിയിട്ടാണ് സമ്മതം, ഉഭയകക്ഷി സമ്മതപ്രകാരം എന്നുള്ള ഇപ്പോൾ ഉള്ള ന്യായീകരണം ഒരു ഭീഷണിയുടെ സ്വരത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലെ പ്രലോഭനങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വാഗ്ദാനങ്ങളുടെ പേരിൽ മാത്രമാണ് ആ വനിത ഇതേമാതിരി ഈ സമ്മതപ്രകാരം എന്നുള്ള രീതിയിൽ പിന്നെ ഈ വീഴ്ചയ്ക്ക് സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണ വേളയിൽ കൂടുതൽ തെളിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ നമുക്കിത് പറയാൻ പറ്റുള്ളൂ. അത് ഈ അവസരത്തിൽ ബെയിൽ ആപ്ലിക്കേഷനിലെ പോലീസിൻ്റെ നടപടിക്രമങ്ങളും ആ ലഭ്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ബെയിൽ ആപ്ലിക്കേഷൻ പരിഗണിക്കുമ്പോൾ അതിനകത്ത് പറയുന്ന ഈ കോടതിയുടെ നിരീക്ഷണങ്ങളൊന്നും അത്ര ഗൗരവമായിട്ട് നമുക്ക് എടുക്കണമെന്നില്ല. പക്ഷേ പ്രാഥമികമായിട്ട് ബെയിൽ കിട്ടാൻ അദ്ദേഹത്തിന് സഹായകമായ സാഹചര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. കേസിൻ്റെ അന്വേഷണത്തിൻ്റെ പുരോഗതി അനുസരിച്ച് അതിനകത്ത് വരുന്ന ഉരുത്തിരി വരുന്ന തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് കേസിന്റെ നിലനിൽപ്പിനെ ഞാൻ ജയിക്കിലേക്ക് തവണ മുമ്പ് രാഹുൽ പോകണം തോന്നുന്നു. രാഹുൽ ഇവിടെ നേരത്തെ എം ആർ അഭിലാഷ് പറഞ്ഞ മറുപടി പറഞ്ഞോളൂ. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾ എത്ര ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്, എന്നോടൊപ്പം ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ രാഷ്ട്രീയ വളർച്ചയിൽ അതൊരു കാരണമായിട്ടുണ്ട് എന്ന് കരുതി ഒരു തമ്മാടത്ത് ഉണ്ടാകുമ്പോഴേക്കും നമ്മൾക്ക് അയാളെ ചേർത്ത് പിടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് പറയുന്ന പോലെ ഏത് പുരുഷ കമ്മീഷൻ കോഴ്സിന് വേണ്ടിയാണെങ്കിലും ഇത്രയും ക്രൂവൽറ്റിയുടെ വിവരങ്ങൾ കിടക്കുമ്പോൾ അങ്ങനെ ബ്ലൈൻഡായി ന്യായീകരിക്കാൻ എന്ത് ബാധ്യതയാണ് രാഹുലിനുള്ളത്? ശ്രീ ഹാഷ്മി, ബ്ലൈൻഡായി ന്യായീകരിക്കരുത്, ബ്ലൈൻഡായി തള്ളി പറയരുത്. ഓപ്പൺ ഐഡായി കോടതിയുടെ പരാമർശം വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. പ്രൊസീജിയർ ലാപ്സ് ഉണ്ടായെന്നുള്ള കാര്യത്തിൽ ആർക്കും ഇവിടെ സംശയമില്ലല്ലോ. ശ്രീ എം ആർ അഭിലാഷിയോടും കൂടി ഒരു മറുപടി അങ്ങ് അറിയണം, അല്ലെങ്കിൽ ശ്രീ ഹാഷ്മിയോട് ചോദിച്ചാൽ മതി. സവാദിന്റെ കാര്യത്തിൽ ആദ്യം ഞാൻ നിലപാടെടുത്തിട്ടേ ഇല്ല. രണ്ട്, സവാദിന്റെ കേസ് രണ്ടാമത് വന്നപ്പോൾ മസ്താനിയോട് ഞാൻ അങ്ങോട്ട് വിളിച്ച് ഖേദപ്രകടനം നടത്തി. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? മസ്താനി ആദ്യ കേസിൽ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട്. സവാദിന്റെ കാര്യത്തിൽ രാഹുൽ ഈശ്വർ നടപടി അല്ലെങ്കിൽ യാതൊരു നിലപാടും എടുത്തിട്ടില്ല. ദിലീപ്, സിദ്ദിഖ്, വിജയബാബു, ഇടവേള ബാബു, ഒമർ ലുലു, എൽദോസ് കുന്നപ്പള്ളി, രാഹുൽ മാങ്കൂട്ടത്തിൽ, ഹേമ കമ്മിറ്റി, കുട്ടിക്കൽ ജയന്ദ്രൻ അടക്കം രാഹുൽ ഈശ്വർ എടുത്ത എല്ലാ നിലപാടുകളും വിജയിച്ചിട്ടേ ഉള്ളൂ. കാര്യം വേറൊന്നും കൊണ്ടല്ല, കേസ് കഴിയുന്നത്ര പഠിച്ച് ലഭ്യമായ എല്ലാ ഇൻഫോർമേഷനും അനലൈസ് ചെയ്തിട്ട് മാത്രമേ ഒരു നിലപാടുള്ളൂ. എൻ്റെ സുഹൃത്തായ ഹാഷ്മി അടക്കം 99% മാധ്യമങ്ങളും മറു സൈഡിലായിരുന്നു ശ്രീ ദിലീപിന്റെ കാര്യത്തിൽ. പക്ഷേ 1% ഞാനടക്കമുള്ള സാധാരണക്കാർ പറയുന്ന നിലപാട് ജയിച്ചത് ഞങ്ങൾ പറയുന്നതിൽ സത്യമുള്ളതുകൊണ്ടാണ്. ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു മാധ്യമ വേട്ട മൃഗത്തെ എന്നും വേണം എന്നില്ലാത്തത് കൊണ്ടാണ്. ഇവിടെ ഒരു കാര്യം നേരത്തെ പറഞ്ഞ പേര് കളിച്ച് പറയുകയാണ്. ശ്രീ പി ശശിയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് പേരിനിടയിൽ. ശ്രീ പി ശശി
കുറ്റക്കാരനല്ലെന്ന് 2018 ഹോസ്ദൂർ കോടതിയുടെ വിധിയുണ്ട്. ശ്രീ മുകേഷ് ഏട്ടൻ അല്ലെങ്കിൽ ശ്രീ മുകേഷിന് അനുകൂലമായി കോടതിയുടെ പരാമർശങ്ങളുണ്ട്. ഫ്രിവലസ് കേസാണ് ശ്രീ സുരേഷ് ഗോപിയുടെ മുകേഷിനെതിരെ സമർപ്പിക്കപ്പെട്ട കുറ്റപത്രം കാണാതിരിക്കുകയും ഏതോ കാലത്ത് കോടതി പറഞ്ഞ അനുകൂല നിലപാട് മാത്രം കാണുന്നതിലാണ് ആ പ്രശ്നം. കോടതിയുടെ ഒബ്സർവേഷൻ ഏതോ ഒരു കോടതിയല്ല, കോടതിയാണ് ആ കേസിൽ ജാമ്യം കൊടുത്തപ്പോൾ മുകേഷിനെതിരെ കുറ്റപത്രം സമർപ്പിച്ച പോലീസുകാർ കള്ളത്തരം പോലീസുകാർ ആയിക്കോട്ടെ, പോലീസുകാർ ഇതിനാണ് കണ്ണുകെട്ടി കുതിരാന്ന് പറയുന്നത്. ബാക്കി ആരെക്കാട്ടി എനിക്കറിയാം. അല്ല രാഹുൽ ഈശ്വർ, ഇതിനാണ് കണ്ണുകെട്ടി കുതിരാന്ന് പറയുന്നത്. കുറ്റപത്രം എന്നുള്ള കുറ്റങ്ങൾക്ക് പോലീസ് സമർപ്പിച്ച കുറ്റപത്രം കാണാതിരിക്കുകയും ഒരു ഒബ്സർവേഷൻ കാണുകയും ചെയ്യുന്നതാണ് പ്രശ്നം. സാറേ കുറ്റപത്രം ഈ പറഞ്ഞ 1, 2, 3 പരാതിയിൽ പറയുന്ന ക്രൂരമായ കാര്യങ്ങൾ കാണാതിരിക്കുകയും ഏതോ 3 ലവും കാണുന്നതിലാണ് പ്രശ്നം. അങ്ങനെ കണ്ണുകെട്ടി കുതിരയാവില്ലേ രാഹുൽ, എന്ത് കാരണത്തിന്റെ പേരിലാണെങ്കിലും? ഒരു വരി പറഞ്ഞോട്ടെ. കുറ്റപത്രം സമർപ്പിച്ചിട്ടല്ലേ നമ്പി നാരായണനെ 50 ദിവസം ജയിലിലിട്ടത്? കുറ്റപത്രം സമർപ്പിച്ചിട്ടല്ലെങ്കിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടല്ലേ ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാടിയത്? പോലീസുകാർ കുറ്റപത്രം സമർപ്പിക്കുന്നതിന്റെ കഥയൊന്നും പറയേണ്ടത് മറ്റൊരു വിഷയമാണ്. പക്ഷേ കോടതിയുടെ ഒബ്സർവേഷൻ നമ്മൾ കുറെ കൂടെ ഗൗരവമായിട്ട് എടുക്കണം. ശ്രീ പി ശശി, മുകേഷ്, സുരേഷ് ഗോപി, എൽദോസ് കുന്നപ്പള്ളി അടക്കമുള്ളവരുടെ കാര്യത്തിൽ കോടതി ഒബ്സർവേഷനുകളുണ്ട്. ഇനിയും ഹാഷ്മി പറയുന്ന ഒരു വാദത്തിന്റെ പൊള്ളത്തരം ഹാഷ്മിയെ ബോധ്യപ്പെടുത്താൻ ഞാൻ ശ്രമിക്കാം. ആദ്യ 2 കേസുകളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഫൈൻഡിംഗ് ആണ്, ഓറൽ ഒബ്സർവേഷൻ അല്ല. കോടതി വ്യവഹാരങ്ങൾ കോടതി വഴിക്ക് നടക്കട്ടെ. ശരി, കോടതി വ്യവഹാരം കോടതി വഴിക്കട്ടെ. ജെക്സി തോമസ്, ഇവിടെ ഞാൻ നേരത്തെ തുടക്കത്തിൽ ശ്രീ വസന്ത് കമ്പിളിയോട് ചോദിച്ച കാര്യം ഇപ്പോഴും രാഹുലിന് കിട്ടുന്ന പിന്തുണയുടെ കാര്യമായിരുന്നു. അപ്പോൾ രാഹുൽ വസ്തു പറഞ്ഞത് അത് പ്രാദേശിക നേതാക്കൾ മാത്രമാണ്, ലക്ഷോപലക്ഷം പ്രവർത്തകരുള്ള പാർട്ടിയിൽ കുറച്ച് പേർ പോയാൽ കോൺഗ്രസിനെ കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ജെക്സി തോമസ്, ശരിയാണ്, ഇപ്പോഴും കോൺഗ്രസിൽ രാഹുൽ സിമ്പതൈസേഴ്സ് ഉണ്ട്. പക്ഷേ രാഷ്ട്രീയ പാർട്ടി നിലയ്ക്ക് രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്തത് അവർ ചെയ്തവരാണ്. ഒരു പരാതി വരും മുന്നേ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയവരാണ്, സസ്പെൻഡ് ചെയ്തവരാണ്, പിന്നീട് പ്രാഥമിക അംഗത്തിൽ നിന്ന് തന്നെ പുറത്താക്കിയവരാണ്, അങ്ങനെ പാർട്ടിയിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്തവരാണ്. MLA സ്ഥാനം രാജിവെക്കാൻ പറയണ്ടേ എന്നൊരു ധാർമ്മിക രാഷ്ട്രീയത്തിന്റെ ചോദ്യമല്ലാതെ മറ്റു ചോദ്യങ്ങൾ ചോദിക്കാൻ യഥാർത്ഥത്തിൽ CPM-ന് കഴിയുമോ? ശ്രീ ജെക്സി തോമസ്. ആ ചോദ്യത്തിന് ഈ പാനലിസ്റ്റ് തന്നെ പങ്കെടുത്ത ചർച്ചകളിൽ അർത്ഥസംഖ്യകൾക്കിടയില്ലാത്തവണ്ണം ഞങ്ങളുടെ പ്രതികരണം നടത്തിയിട്ടുള്ളതാണ്. ഞാൻ ഇനിയിപ്പോൾ വീണ്ടും അത് ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ കോൺഗ്രസിന് എന്തെങ്കിലും മേനി നടിക്കാനുണ്ടോ? ഞാൻ ഏകപക്ഷീയമായ അഭിപ്രായമൊന്നും പറയാനില്ല. നമ്മുടെ നാട്ടിലെ കോൺഗ്രസിൻ്റെ തന്നെ മഹാഭൂരിപക്ഷം വരുന്ന പ്രവർത്തകർ ഇത്തരം സീരിയൽ ഒഫൻഡേഴ്സ് ആയിട്ടുള്ള പ്രവർത്തകളെ ന്യായീകരിക്കാൻ നിൽക്കുന്നവരല്ല. അല്ലെങ്കിൽ ഈ അധമക്രിയ ചെയ്യാൻ നിൽക്കുന്ന ഇത്തരം കോൺഗ്രസിനുള്ളത് മാഫിയ പൊതുസംസ്കാരമുണ്ടല്ലോ, അത് വളർത്തിയ ഈ പുതുതലമുറ കോൺഗ്രസ് നേതാക്കന്മാരോടൊപ്പമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, മഹാഭൂരിപക്ഷം ആളുകളും. കാരണം ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക സംഭവകാശത്തിൻ്റെ പേരിലല്ലായിരുന്നല്ലോ, നമുക്കെല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർക്ക്, ഞാൻ ഉൾപ്പെടുന്ന കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ ശക്തമായ തെളിവുകളോട് കൂടിയിട്ടുള്ള പലവിധ കാര്യങ്ങൾ കേരളത്തിലെ മീഡിയ ഹൗസസിനറിയാം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അങ്ങ് ഉൾക്കൊള്ളുന്ന സ്പോക്സ് പേഴ്സണ് പല കാര്യങ്ങളും അറിയാം. അപ്പം ഞാൻ അത്തരം വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എല്ലാ ആളുകളും ഇതിനെ സംബന്ധിച്ച് നല്ലവണ്ണം വിവരങ്ങൾ ലഭിച്ച സോഴ്സുകളുള്ള ഏതാണ്ട് എല്ലാ മാധ്യമ പ്രവർത്തകരും ഒരേപോലെ അപൂർവം ചില ആളുകൾ മാത്രം ക്യാമറയ്ക്ക് മുന്നിലും മഹാഭൂരിപക്ഷം ആളുകൾ ക്യാമറയ്ക്ക് പുറകിലും പറയുന്നൊരു കാര്യമുണ്ട്, ഇതൊന്നുമല്ല, ഇതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഞെട്ടലുളവാക്കുവാണ്. കാരണം എന്താണ്? ഇതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്നതോ ഇത് തന്നെ കേട്ട് ഞെട്ടി തകർന്ന് തരിപ്പണമായിരിക്കുന്നവരാണ് ഞാൻ മനസ്സിലാക്കുന്ന മനസ്സിൽ അല്പമെങ്കിലും സത്യസന്ധതയും ആർദ്രതയുമുള്ള ലോകമെമ്പാടുമുള്ള മുഴുവൻ മലയാളികളും. ഇതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്നത് ഇനി എന്ത്? കാരണം എന്താണ്? നമ്മൾ ഏറ്റവും ഒടുവിൽ, ഇപ്പം ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ, ഏറ്റവും ഒടുവിൽ ഈ വയനാട്ടിലെ ചൂരൽമലയിലെ 100 കണക്കിന് വരുന്ന സാധാരണക്കാരുടെ പേരിൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പണം പിരിച്ച് കട്ടുമുടിച്ചു. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രതിപക്ഷ നേതാവിന് പോലും പറയാൻ മറുപടിയില്ല, AICC സംഘടനാ ജനറൽ സെക്രട്ടറിക്ക് പോലും പറയാൻ മറുപടിയില്ല. പക്ഷെയോ ഈ പരാതിക്കാരി പറയുന്നത് എന്താണ്? ചൂരൽമലയുടെ പേരിൽ ഈ പീഡനം നേരിട്ടതിന്റെ പുറകെ ആ പേര് ചൂണ്ടിക്കാട്ടിയിട്ട് ആ പരാതിക്കാരുടെ പയ്യിൽ നിന്നും ഇവനൊക്കെ പണം പിരിച്ചു. എന്നിട്ട് ലക്കി ഡ്രോയിൽ ആ പരാതിക്കാരിക്ക് 2ാം സ്ഥാനം ഉറപ്പാക്കുന്ന കാര്യങ്ങൾ നിർവഹിച്ചു. ഇങ്ങനത്തെ ഒരാളെ കേരളത്തിന്റെ ഭൂപടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടല്ലാതെ നമുക്ക് വേറെ ഏത് സംഘടനയിൽ, ആ സംഘടനയിൽ തന്നെ മറ്റാരെ, ബഹുമാനീയനായ M. ലിജു, ബഹുമാനീയനായ PC വിഷ്ണുനാഥ്, ഇവരോടൊക്കെ ഞങ്ങൾക്ക് രാഷ്ട്രീയ വിയോജിപ്പ് തീർത്താൽ തീരാത്തതുണ്ട്. പക്ഷെ അവരൊക്കെ ഈ സംഘടനയുടെ ഈ പദവിയിലിരുന്ന ആളുകളല്ലേ, അവരൊക്കെ കോൺഗ്രസിന്റെ മുതിർന്ന നേതൃത്വത്തിന്റെ പ്രതീകമായി ഇപ്പോൾ പല സംവാദങ്ങളിലും പങ്കെടുക്കാൻ കോൺഗ്രസിന്റെ സ്പോക്സ് പേഴ്സണായി കേരളത്തിന്റെ പബ്ലിക് ഡൊമൈന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നയാളല്ലേ. അവരൊക്കെ ഇരുന്ന ആ കസേരയിലാണ് ഇരുന്നു കൊണ്ട്
ഈ കാലഘട്ടത്തിൽ എന്റെയും ആങ്കറുടെയും ഒക്കെ ജീവിതകാല ഇളവിലെ ഏറ്റവും വലിയ ദുരന്തത്തിലെ ഇരകളുടെ പേര് ചൂണ്ടിക്കാണിച്ചിട്ട് ഈ പീഡകവീരനായ മനുഷ്യൻ ആ ഇരകളോട് പോലും പണം പിടുങ്ങിയിട്ട് അതിന്റെ പേരിൽ കോൺഗ്രസിനുള്ള നടന്ന ലക്കി ഡ്രോയിൽ സമ്മാനം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. ഇതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്നത് ഇനി വരാനുണ്ടെന്നാണ് പറയുന്നത്. ഇനി ഇദ്ദേഹത്തെ നടപടിയെടുത്തു. ഇപ്പൊ ചിലപ്പോൾ കോൺഗ്രസിന്റെ അവകാശവാദത്തെ അങ്ങ് ചോദ്യത്തിന്റെ ഭാഗമായിട്ട് എന്നോട് ചോദിച്ചതായിരിക്കാം. ആ അവകാശവാദത്തിൽ മേനി നടിക്കാനുണ്ടോ? ഇതിനോട് സമീകരിക്കാൻ കഴിയുന്ന, ഇതിനോട് താരതമ്യം ചെയ്യാൻ കഴിയുന്ന എന്താണ്, ആരാണ്, എവിടെയാണ്? കേരളത്തിലല്ല, മലയാളക്കരയിലല്ല, ഇന്ത്യൻ അനുഭവങ്ങൾ വേറെ എവിടെയാണുള്ളത്? ആരെങ്കിലും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഹീസ് ഈക്വൽ ടു ദാറ്റ് കേസ് എന്ന് പറയാൻ കഴിയുന്നത് പോലെ എവിടെയും ഉള്ളതായിട്ട് എന്റെ അനുഭവങ്ങൾ എവിടെയുമില്ല. പിന്നെ പ്രശ്നം, ഞാൻ ഒറ്റ ഭാഗത്തോടെ പറഞ്ഞ എന്റെ ഭാഗം അവസാനിപ്പിക്കാം. പ്രശ്നം എന്താണ്? പ്രശ്നം ഈ ഒരൊറ്റ വ്യക്തി മാത്രമാണോ? അങ്ങ് മനസ്സിലാക്കേണ്ടത് ഇവർ സൃഷ്ടിച്ചെടുത്ത മാഫിയ സംസ്കാരത്തിന്റെ പ്രതീകം എന്താണ്? നമ്മുടെ നാട്ടിൽ, ഞാൻ മറ്റൊരു സംവാദത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, നമ്മുടെ നാട്ടിൽ എത്രയോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ, മന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ ഇങ്ങനെ ബഹുമാനാർഹമായ എത്രയോ പദവികൾ നിന്നിട്ടുണ്ട്. സജാതി വൈജാത്യങ്ങൾ രാഷ്ട്രീയമായി നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കാം. ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയോട്, ഇപ്പോ കണക്കറ്റ ഇടതുപക്ഷ വിരോധം ഉയർത്തിപ്പിടിച്ചിരുന്ന കോൺഗ്രസിന്റെ നേതാവായിരുന്നു, ലീഡർ എന്നൊക്കെ അവർ വിളിക്കാറുള്ള ശ്രീ കെ കരുണാകരൻ, ഏതെങ്കിലും ഒരു ഇടതുപക്ഷ നേതാവ് അങ്ങയുടെ അനുഭവത്തിൽ എടോ കരുണാകര എന്ന് വിളിച്ചു പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞതായിട്ട് അങ്ങയുടെ അനുഭവത്തിലുണ്ടോ? എ കെ ആന്റണി ഇപ്പോഴും ജീവനോട് കൂടെ ഇരിക്കുന്ന രാജ്യത്തെ തന്നെ തലമുതിർന്ന നേതാക്കന്മാരിൽ ഒരാളാണ്, നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവി അലങ്കരിച്ചിരുന്നയാളാണ്. എടോ ആന്റണി എന്ന് വിളിച്ചു പറഞ്ഞിട്ട് സംസ്ഥാന അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു യുവജന സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരു നേതാവ്, ഒരു MLA ഇങ്ങനെ വിളിച്ചു പറഞ്ഞതായിട്ടുണ്ടോ? പേരന്റ്ഹുഡിനെ ചോദ്യം ചെയ്തില്ലേ? പൊളിറ്റിക്കൽ ബയോളജിക്കൽ പേരന്റ്ഹുഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കേട്ടാൽ അറപ്പുളവാക്കുന്ന ആ വാക്കൊന്നും ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. കാരണം എന്താണ്? ഇതൊക്കെ ഇവർ സൃഷ്ടിച്ച സംസ്കാരമാണ്. എന്ത് വൃത്തികേടും പറയുക, എന്ത് പരിഹാസ്യമായ കാര്യങ്ങളും വിളിച്ചു പറയുക. അതിന്റെ പേരിൽ ചില മാധ്യമ പ്രവർത്തകരെയും മാധ്യമ സ്ഥാപനങ്ങളെയും എല്ലും കഷ്ടം താഴേക്കിട്ട് കൊടുക്കുന്നത് പോലെ ഇവന്മാരുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന ചില മാധ്യമ സ്ഥാപനങ്ങളുടെയും മാധ്യമ പ്രവർത്തകരുടെയും സഹായത്തോടു കൂടെ റീൽസ്, വീഡിയോ, നമ്മുടെ കണ്ടന്റ് ഇതൊക്കെ ഉണ്ടാക്കുക, വാർത്തകൾ സൃഷ്ടിക്കുക, ലൈക്ക്, ഷെയർ, കമന്റ്, സ്റ്റാറ്റസ് ആയി, റീലായി മാധ്യമങ്ങൾ ഇടപെടിക്കുക, അതുവഴി നേതാവാകുക. അതുവഴി നേതാവാകുന്ന ആളുകൾ കേരളത്തിന് എന്തു സംഭാവന ചെയ്യുന്നു? രാഷ്ട്രീയത്തിന്, മനുഷ്യർക്ക്, സാധാരണക്കാരൻ നിസ്വരമായ വലിയൊരു ഭാഗം വരുന്ന ആളുകളുടെ ഉന്നമനത്തിന്റെ കൂടെ പ്രതീകമാണല്ലോ സാമൂഹ്യ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ. അവരുടെ ജീവിതത്തിൽ ഈ സംഘം എന്തു സംഭാവന ചെയ്തു? ഇതിനെക്കുറിച്ച് കൂടെ നമ്മുടെ നാട് ഇരുത്തി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ബഹുമാന്യരായിട്ടുള്ള കോൺഗ്രസ് ആഭിമുഖ്യമുള്ള പല മാധ്യമ പ്രവർത്തകരും പല സംവാദങ്ങളിൽ പങ്കെടുക്കുന്നത് കണ്ടു. അവരൊക്കെ അത്ഭുതത്തോടു കൂടെ ചൂണ്ടിക്കാണിച്ചത് ഈ രോഗം എങ്ങനെ കോൺഗ്രസിന് പിടിപെട്ടു, ഇങ്ങനെ ഒരാൾ എങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന വേഗത്തിൽ ഈ സംഘടനയുടെ തലപ്പത്തേക്കെത്തി. KSU വിദ്യാർത്ഥി രംഗത്തിന്റെയും യുവജന രംഗത്തിന്റെയും കൂടെയൊക്കെ വളർന്നു വന്നിട്ടുള്ള നൂറുകണക്കിന് നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹത്തെ ആരിങ്ങനെ കൊണ്ട് എത്തിച്ചു? ആരാണ് കൈപിടിച്ചാലയിച്ചത്? അവർക്ക് കിട്ടിയ പ്രതിഫലം എന്താണ്? പറയുന്നുണ്ടല്ലോ, പല സ്ഥലങ്ങളിലും ഫ്ളാറ്റുകൾ ഉണ്ട് എന്നതിനെ സംബന്ധിച്ച പെൺകുട്ടിയുടെ മൊഴി, അത് FIR ആയി, റിമാൻഡ് റിപ്പോർട്ടായി വന്നത് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഞാൻ ഇപ്പൊ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് രാഷ്ട്രീയം സത്യസന്ധമായും വസ്തുതകളുടെയും അനുഭവങ്ങളുടെയും നല്ല നിലവാരത്തിൽ മുമ്പോട്ടേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസ് ഇടതുപക്ഷ വ്യത്യാസമില്ലാതെ മുഴുവൻ മലയാളികളും ഈ സംഘത്തെ നമ്മുടെ നാട്ടിലെ സാമൂഹ്യ ബഹിഷ്കരണത്തിന് ഇരയാക്കേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മുടെ നാട് സ്വീകരിക്കേണ്ടതായിട്ടുള്ള. ഞാൻ മറുപടിക്ക് വസ്തുതയിലേക്ക് എത്താം. വസ്തുതങ്കപ്പള്ളി, ഈ റിനി ആൻ ജോർജ് എന്ന് പറയുന്ന അവർ ആദ്യ സൂചനമായി രംഗത്ത് വരുന്ന സമയം നമുക്ക് ഓർമ്മയുണ്ട്. അത് ഈ രാഹുൽ ഗാന്ധി സമാനതകളില്ലാത്തൊരു വോട്ട് ചോരി ആരോപണം നടത്തി അങ്ങനെ നിൽക്കുന്ന സമയമാണ്. ഇവിടെ കോൺഗ്രസിന്റെ യുവജന സംഘടന തെരുവുകളിൽ പ്രതിഷേധമായി ഇരമ്പെട്ട സമയമാണ്. ഒന്നും ഉണ്ടായില്ല. അന്ന് ആ സംഘടന ചത്തു കിടക്കായിരുന്നു അതിന് തലപ്പത്ത്. വസ്തുതങ്കപ്പള്ളി പോട്ടെ, അതും പോട്ടെ. ജയിക്ക് ചോദിച്ചാൽ ഇത് ഓൾ ഓഫ് എ സഡൻ പെട്ടെന്ന് പൊട്ടി വീഴുന്ന വൈകൃതമൊന്നും അല്ലല്ലോ. ഇത് ദീർഘനാളായി തുടരുന്ന, ഒന്നും പല പരാതികളിലൂടെ വന്ന അങ്ങനെ ഒരു മനോഗതിയുള്ള ആൾ ആ സംഘടനയുടെ തലപ്പത്തിരുന്നു എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ കാലത്തേക്കും ഒരു കറയല്ലേ ശ്രീ വസന്ത്? അല്ല, ആ കറ ഞങ്ങൾ തുടച്ചു മാറ്റിയല്ലോ ശ്രീ ഹാഷ്മി. അത് തുടച്ചു മാറ്റാതെ ഇപ്പോഴും അത് എടുത്തുകൊണ്ട് അലങ്കാരമായി ചുമന്നുകൊണ്ട് നടക്കുന്ന ആരാണ്? ഈ ചന്ദനം ചുമക്കുന്ന കഴുതകളെ പോലെ അങ്ങനെയുള്ള കുറേ പൊർവേഡ്സുകളെ ചുമന്നുകൊണ്ട് നടക്കുന്ന ആരാണ് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി ഇടതു പ്രതിനിധിക്ക് ഞാൻ ചില ഉത്തരം പറയാം. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് വയനാടിലെ പ്രളയ ഫണ്ടുമായി ബന്ധപ്പെട്ടാണ്. ഇതേ ഇടതു പ്രതിനിധിക്ക് ഇന്നലെ മറ്റൊരു ചാനലിൽ ആയതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി ഉത്തരം കൊടുത്താണ്. അദ്ദേഹത്തിന് അത് മനസ്സിലായിട്ടില്ല. എങ്കിൽ കൂടി ഞാൻ പറയാം. അദ്ദേഹം ചോദിച്ചത് ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയുടെ നേതാവ് പ്രളയ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. ഞാൻ ഉത്തരം പറയാം. ഒന്ന്, യൂത്ത് കോൺഗ്രസിൻ്റെ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടത് ആരോപണമാണ്. അത് DYFI ഉയർത്തുന്നതാണ്. നല്ല കാര്യം. നിങ്ങളുടെ ആരോപണം നിങ്ങളൊരു പരാതി എഴുതി കൊടുത്ത് ആഭ്യന്തര വകുപ്പിൻ്റെ മന്ത്രി ശ്രീ
പിണറായി വിജയനോട് അന്വേഷിക്കാൻ പറയണം. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, കണ്ടെത്തലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കൊണ്ടുവന്നാൽ മതി. അതല്ലാതെ അവിടെയും ഇവിടെ ഇരുന്ന് വിളിച്ചു പറയുക. ആ കണക്കിനുള്ള ആരോപണങ്ങൾ, ഈ ചായക്കടയിൽ ഇരുന്ന് രാഷ്ട്രീയം പറയുന്നത് പോലെ അടിസ്ഥാനത്തിൻ്റെ യാതൊരു കണികയുമില്ലാത്ത കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ചാനൽ ചർച്ചയിൽ പറയുന്നത് എത്രമാത്രം നല്ലതാണ് എന്ന് സ്വയം ചിന്തിക്കുന്നത്. അന്വേഷിച്ചു കണ്ടെത്തുമെന്നുള്ളത് ആർക്കും പറയാവുന്നതാണ്. ചോദ്യങ്ങൾക്ക് രാഷ്ട്രീയമായ മറുപടി പറയണ്ടേ വസന്ത്? അത് വയനാടാണെങ്കിലും എവിടെയാണെങ്കിലും. അല്ല, പൊളിറ്റിക്കൽ മറുപടിയാണ്, കൃത്യം പൊളിറ്റിക്കൽ മറുപടിയാണ് കേട്ടോ. അതായത് പ്രളയ ഫണ്ട് തട്ടിപ്പ് എന്നത് കേരളത്തിൻ്റെ പൊതുമനസാക്ഷി ആദ്യമായി കേൾക്കുന്നത് കൊച്ചിയിൽ കളമശ്ശേരിയിൽ നിന്നാണ്. കളമശ്ശേരിയിലെ LC മെമ്പറും LC സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന സക്കീർ ഹുസൈൻ പ്രതി ചേർക്കപ്പെട്ടത് ആ കേസിലാണ്. അത് CPM-ൻ്റേതാണ്. പിന്നീട് വിഷ്ണു, അങ്ങനെ തൊട്ട് 8 പേർ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ 8 പേർ അവിടുത്തെ LC മെമ്പർമാർ അടക്കം അറസ്റ്റിലായി ഉള്ളിൽ പോയതും ആരുടെ പാർട്ടിയുടേതാണ് എന്ന് ബഹുമാനപ്പെട്ട ഇടതു പ്രതിനിധി ഒന്ന് പറഞ്ഞാൽ നന്നതായിരിക്കും. അതായത് ഇദ്ദേഹത്തിൻ്റെ ആരോപണ കണക്കിനല്ല കേട്ടോ. പ്രളയ ഫണ്ട് തട്ടിപ്പ് എന്ന വാക്ക് കേരളം ആദ്യമായി കേൾക്കുന്നത് CPM-മായി ബന്ധപ്പെട്ടാണ്. അതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് നിങ്ങളുടെ പോലീസ്, നിങ്ങളുടെ വിജിലൻസ് റിപ്പോർട്ട് കുറ്റപത്രം സമർപ്പിച്ചത് നിങ്ങളുടെ തന്നെ നേതാക്കൾക്ക് എതിരായാണ്. അതുകൊണ്ട് സ്വന്തം പല്ലിട കുത്തി മണക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അദ്ദേഹം പറഞ്ഞു, എടോ പിണറായി വിജയ എന്ന് വിളിച്ചില്ലേ? അല്ല, ഒരു മിനിറ്റ് ഹാഷ്മി, ഞാൻ അദ്ദേഹത്തിന് ഒന്ന് ഉത്തരം പറഞ്ഞോട്ടെ. അദ്ദേഹം 1 by 1 എന്ന് പറഞ്ഞല്ലേ, അതിന് ഉത്തരം പറയണ്ടേ? അദ്ദേഹം പറഞ്ഞു, എടോ പിണറായി വിജയ എന്ന് വിളിച്ചില്ലേ? കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഞങ്ങൾ എടോ ആന്റണി, എടോ ഉമ്മൻചാണ്ടി എന്ന് വിളിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. ഉമ്മൻചാണ്ടിയെയും ആന്റണിയൊക്കെ മറ്റുള്ള രീതിയിൽ വേട്ടയാടിയത് അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, നാറിയല്ല പരനാറിയാണ് എന്ന് MK പ്രേമചന്ദ്രനെ പറ്റി പറഞ്ഞത് ആരാ? സ്വന്തം CPM-ന്റെ മുൻകാല സഹാവ്. അദ്ദേഹത്തെ 51 വെട്ടി കൊല ചെയ്ത് ആ ചിതയുടെ കാറ്റ് ഒന്ന് അപ്പുറത്തെ ദിശയിലേക്ക് മാറി ഒഴുകുന്നതിന് മുമ്പ് 3.5 കിലോമീറ്റർ അപ്പുറത്തുള്ള TP ചന്ദ്രശേഖരൻ്റെ വീട്ടിൽ നിന്ന് 3.5 കിലോമീറ്റർ അപ്പുറത്തുള്ള CPM-ന്റെ വേദിയിൽ പോയി അവൻ കുത്തിയല്ല കുലംകുത്തിയാണ് എന്ന് പറഞ്ഞത് ആരാ? മത്തായി മാപ്പിളയുടെ ശവമടക്കിൻ്റെ പിറ്റേ ദിവസം അവിടെ പോയി വന്ധ്യവയോധികനായ ഒരു സഭയുടെ നേതൃത്വത്തെ നോക്കി നികൃഷ്ടജീവി എന്ന് വിളിച്ചത് ആരാ? അപ്പോൾ എടോ പിണറായി വിജയ ആണോ ഞാൻ ഈ പറഞ്ഞ 3-4 ടൈപ്പിലുള്ള പൊളിറ്റിക്കൽ ഡിക്ഷണറിയിലേക്ക് ആഡ് ചെയ്ത വാക്കുകൾ കൊടുത്തത് ആരാണ് എന്ന് ഇടതു പ്രതിനിധി പഠിച്ചാൽ നന്നാവും. ഒരുപക്ഷേ ശ്രീ രാഹുൽ മാങ്കൂട്ടം ഈ പറയുന്ന പിണറായി വിജയനെ ആണോ ഇനി ഇത്തരം കാര്യങ്ങളിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിൽ മാതൃകയാക്കിയത് എന്ന സംശയം എനിക്കുണ്ട്. ഇനി അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടി, അത് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പിണറായി വിജയൻ ഒരു കപ്പൊക്കെ എടുത്ത് പിടിച്ച് അത് PR ഹാൻഡിലുകളെല്ലാം ആഘോഷിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആരാണ് ഇന്ന് അദ്ദേഹത്തിന് ചായ ഒഴിച്ചു കൊടുത്തത്? ചായ ഒഴിച്ചു കൊടുത്തത് കൊല്ലം MLA മുകേഷാണ് കേട്ടോ. ചായ മേടിക്കാനുള്ള ഈ ചായപ്പൊടി അത് മൂന്നാറിൽ നിന്ന് കൊണ്ടുവന്നാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞ് മൂന്നാറിലേക്ക് ചായപ്പൊടി മേടിക്കാൻ പോയത് തോമസ് ഐസക്കാണ്. കപ്പ് കുടിച്ച ശേഷം മേടിച്ച് തിരിച്ചു വെച്ചത് ഗണേശാണ്. ചായ എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ എന്ന് പോയി മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത് ഗോപി കോട്ടമുറക്കിലാണ്. അതായത് 1 ഡസൻ കോഴികളെ, അദ്ദേഹത്തിന്റെ ഭാഷ ഉപയോഗിച്ചാൽ 1 ഡസൻ കോഴികളെ ഒരു വലിയ കോഴി ഫാം നോക്കി നടപടിയെടുത്തവരെ നോക്കി കൊഞ്ഞനം കുത്തുന്നത് ശരിയല്ല. ഐസക്കിന്റെ പേര് വന്നേ എന്താണ്? അതിനിടയ്ക്ക് ഐസക്കിന്റെ പേര് എന്തിനാ വരുന്നേ? അല്ല, അദ്ദേഹം മൂന്നാറിൽ സന്ദർശനമൊക്കെ നടത്തുന്ന വലിയ കാര്യങ്ങളിൽ മൂന്നാറിന്റെ വികസനത്തെ പറ്റിയൊക്കെ പഠിക്കുന്ന നേതാവാണ് എന്ന് മനസ്സിലാക്കി ഞാൻ പറഞ്ഞതാണ്. ഞാൻ എൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ട് അദ്ദേഹം ഡിഫർമേഷൻ കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായി ഈ വിഷയങ്ങളിലെല്ലാം നിലപാട് സ്വീകരിച്ച് ഞങ്ങൾ പോയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം അയാളെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയ ശേഷമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം അയാൾ 1ാമത്തെ ദിവസം തന്നെ രാജിവെച്ചിട്ടുണ്ട്. രണ്ടാമത് ഈ വിഷയം ഉയർന്നു വന്ന് റിട്ടേൺ പരാതി പാർട്ടിയുടെ മുമ്പിൽ വന്നപ്പോൾ ആദ്യം അയാളെ സസ്പെൻഡ് ചെയ്തു. മൂന്നാമത് ഒരു സെഷൻസ് കോടതിയുടെ വിധി, അതും ജാമ്യാപേക്ഷകളാണ് കേട്ടോ, അതിൽ കേസ് ഡയറി പോലും സമർപ്പിക്കപ്പെട്ടിട്ടില്ല. സെഷൻസ് കോടതിയാണ്, ഹൈക്കോടതിയല്ല. എന്നിട്ടും സെഷൻസ് കോടതിയുടെ ജാമ്യാപേക്ഷയിലെ വിധി അയാൾക്കെതിരായതിന്റെ ആദ്യ സെക്കൻഡിൽ അയാളെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അതായത് ഇവൻ ഞങ്ങളിൽപ്പെട്ടവനല്ല എന്ന ആർജവത്തോടു കൂടി കേരള പൊതുസമൂഹത്തോട് വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ച ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഉന്നത സ്ഥാനീയനായിരുന്നു എന്ന കറ അത്ര പെട്ടെന്ന് പോകുന്ന കറയാണോ എന്ന ഒരു ആത്മപരിശോധന നിങ്ങൾ നടത്തിക്കോ? തിരികെ എത്താൻ ഇടവേളയ്ക്ക് ശേഷം ഞാൻ ജയിക്കിലേക്ക് എത്താം. ശ്രീ രാഹുൽ, ശ്രീ ഇവിടെ സവാദിനെ താങ്കൾ പിന്തുണച്ചിരുന്നു. പക്ഷേ സവാദ് ഈ പറയുന്ന ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും മാല പൊട്ടിച്ചും പൂമാലയിട്ടൊക്കെ ആനന്ദ നൃത്തമാടി ഒരു കൂട്ടരുണ്ടായിരുന്നു. എന്താണ് അയാളുടെ പേര്? വട്ടിയൂർക്കാവ് അജിത്ത്, മെൻസ് അസോസിയേഷൻ. അവരെ പിന്തുണയ്ക്കുന്ന ആളാ, അവരെ ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാ രാഹുൽ.
അത് AKMA ചെയ്തത് 100% തെറ്റാണ്. അത് മാത്രമല്ല ശ്രീ ബോബി ചെമ്മണ്ണൂർ ഇറങ്ങിയപ്പോഴും അദ്ദേഹത്തിന് പടക്കം പൊട്ടിച്ചത് 100% തെറ്റാണ്. തെറ്റിനെ നമ്മൾ തെറ്റെന്ന് വിളിക്കും. ശരിക്കും എനിക്ക് 7:40 മറ്റൊരു ഇംഗ്ലീഷ് ചാനലിൽ പോകാനുണ്ടായിരുന്നു. ഞാൻ ആ പരിപാടി ക്യാൻസൽ ചെയ്യേണ്ടി ഇരുന്നത് ശ്രീ ജയ്ക്കിന് ഒരു മറുപടി പറയാനാണ്. ഞാനും ശ്രീ ജയ്ക്കും തമ്മിൽ ഇന്നേ വരെ ഒരു കാര്യത്തിന് യോജിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ശ്രീ ജയ്ക്ക് അവസാന ഭാഗത്ത് പറഞ്ഞൊരു കാര്യം 101% സത്യമാണ്. അതായത് നമ്മുടെ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ അവർ. നമ്മുടെ അച്ഛൻ്റെയോ മുത്തച്ഛൻ്റെയോ അത്ര മുതിർന്ന വ്യക്തി, ഒരു ന്യായീകരണവുമില്ല എടോ പിണറായി എന്ന് വിളിച്ചത്. അതിന് രണ്ട് ഭാവങ്ങളില്ല. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത 100% തെറ്റാണ്. അതിനേക്കാൾ വലിയ തെറ്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതും രാഹുൽ മാങ്കൂട്ടത്തിൽ കരഞ്ഞ് കാല് പിടിച്ച് മാപ്പ് ചോദിക്കേണ്ടത് ശ്രീ മുകേഷിനോടാണ്. ശ്രീ മുകേഷിനെതിരെ ഒരു വ്യാജ പരാതി വന്നപ്പോൾ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആണ്, അതുകൊണ്ട് ആൾക്കാരെ ഒന്ന് ആവേശത്തിലാക്കണമെന്ന് പറഞ്ഞ് ശ്രീ മുകേഷിനെ ഗോവിന്ദചാമിയായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ആ ശ്രീ മുകേഷ് എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജീവിതത്തിലെ പ്രായത്തെക്കാൾ കൂടുതൽ നമ്മുടെ കലാരംഗത്ത് നിന്ന വ്യക്തിയാണ്. ഇത് എല്ലാവർക്കും പറ്റുന്ന പ്രശ്നമാണ്, പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾക്ക്. അതായത് മീഡിയ കാണുമ്പം കയ്യടി നേടാനും ഗുമ്മിടാനും വേണ്ടി പല കാര്യങ്ങൾ പറയുകയാണ്. മറുഭാഗത്ത് നിൽക്കുന്നത് ഒരു മനുഷ്യനാണ്, അവനും വേദനയും വികാരവും ഉണ്ടെന്ന് ബാക്കി ആരെ കാട്ടി ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ മനസ്സിലാക്കാണ്. അതുകൊണ്ടാണ് ഞാൻ എൽദോസ് കുന്നപ്പള്ളി അവതരിപ്പിക്കാനുള്ള പുരുഷ ഇല്ലെന്ന് ആര് പറഞ്ഞു? പുരുഷ കമ്മീഷൻ ബില്ലും തടഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അതുകൊണ്ട് അവിടെയാണ് എന്താ താങ്കൾ സ്ത്രീകളുടെ വേദന പറയുന്നുണ്ടല്ലോ, ആണുങ്ങൾക്ക് എന്താ വേദന പറഞ്ഞാൽ ഹാഷ്മിക്ക് പറ്റൂലേ? ആണുങ്ങളാണ് പലപ്പോഴും, സ്ത്രീകൾ അനോണിമിറ്റിയിൽ നിൽക്കുകയാണ്. ഈ ആണുങ്ങളാണ് ഈ വേദന പലപ്പോഴും ഏറ്റുവാങ്ങുന്നത്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. വേദനിപ്പിക്കാൻ ആക്രമമായിട്ട് പോകുമ്പോഴത്തേക്ക് ആലോചിച്ചാൽ പോരെ ഈ വേദന ഉണ്ടാവുന്നു. സാറേ, ആക്രമം 2 കേസിൽ ഇല്ലായിരുന്നല്ലോ. ആ ആക്രമം 2 കേസിൽ ഇല്ലായിരുന്നല്ലോ. 3ാമത്തെ കേസിൽ കോടതി പരാമർശം വരട്ടെ. ഹാഷ്മി വിദഗ്ധമായി മറച്ചു വെക്കുന്നത് എന്താ? ആദ്യ 2 കേസുകളിലെയും വിധിയാണ്. അതായത് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ വിധിയെ ഹാഷ്മി മറച്ചു വെക്കുകയാണ്. അവിടെയാണ് എനിക്ക് ശ്രീ അഭിലാഷിനോടും പറയാനുള്ളത്. ഞാൻ സവാദിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല, കോസ് ആക്ടിവിസ്റ്റ് ആയതുകൊണ്ടല്ല. മസ്താനിയെ വിളിച്ച് മാപ്പ് പറയുകയും ചെയ്തതിന്റെ കാരണം നമുക്കൊരു സെൻസ് ഓഫ് ബാലൻസ് വേണം. കാര്യം നാളെ ഹാഷ്മിക്കെതിരെ ഒരു വ്യാജ പരാതി വന്ന ആരും കൂടെ കാണില്ല, അന്ന് രാഹുൽ ഈശ്വരെ കാണൂ. വേറൊന്നും കൊണ്ടല്ല, നമുക്കെതിരെ ഒരു കള്ളപ്പരാതി വന്നാൽ കൂടെ ഉള്ളവരെല്ലാം നമ്മളെ കൈയൊഴിയും, നമ്മളെ ഒറ്റപ്പെടുത്തും, കുറ്റപ്പെടുത്തും. കോടതി പറഞ്ഞാൽ പോലും നമ്മളെ കുറ്റക്കാരനല്ല എന്ന് പറയില്ല. കോടതി നമ്മളെ നിരപരാധിയാന്ന് പ്രഖ്യാപിച്ചാൽ പോലും കുറ്റക്കാരനാന്ന് പറയും. ഒരു പ്രമുഖ ചാനലിന്റെ ആങ്കർക്ക് ഇതേപോലെ വ്യാജ പോക്സോയിൽ പെട്ടില്ലേ, എല്ലാവരും അത് ആഘോഷിക്കും. നമ്മൾ പുരുഷന്മാരുടെ ഗതികേട് അതാണ്. അതുകൊണ്ട് ഹാഷ്മി സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തോളൂ, പക്ഷെ പുരുഷന്മാർക്ക് സപ്പോർട്ട് വേണ്ട ആവശ്യമുണ്ട്. കാരണം അവർ നിരായുധരാണ്, അവർക്ക് ഷീൽഡ് ഇല്ല. ഇവർക്കൊരു ഷീൽഡ് കൊടുക്കണം. ഒറ്റ വരി കൂടി, നാളെ ബഹുമാനപ്പെട്ട കോടതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറഞ്ഞു എന്നിരിക്കട്ടെ, നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാം. പക്ഷേ ഹാഷ്മി ഒരു കാര്യം മറച്ചു വെക്കരുത്, 2 കോടതി വിധി രാഹുലിന് അനുകൂലമായിരുന്നു. ഓക്കെ, നമുക്ക് അവസാനം മിനിറ്റാണ് തർക്കിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇടപെടാത്തതാണ്. എനിക്ക് അത് ചോദ്യങ്ങൾ മറുപടി ഉണ്ട്. പോട്ടെ, ജെയ്സി തോമസ്, ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ എടോ പിണറായി എന്ന് വിളിച്ചുകൂടാം. അത് എന്താണ്, സാമാന്യ രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊതുമര്യാദയാണ്. പിന്നെ ഡിവൈഎഫ്ഐയുടെ പൊതുച്ചോറിനെ കളിയായിക്കൂടാ. കാര്യം എന്താണ്, കുറേയധികം പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. പക്ഷേ ഈ കാര്യം ശ്രീ ജെയ്സി തോമസ്, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമാനതകളില്ലാത്ത ക്രൂരതയുടെ പരാതി പരമ്പര നിൽക്കുമ്പോൾ നിങ്ങൾ ആ കാര്യം എടുത്തു പറയുമ്പോൾ ഇതൊരു അക്കാര്യത്തിലുള്ള പക മൊത്തം ഞങ്ങൾ തീർക്കുന്നു എന്നൊരർത്ഥം കൂടി ഇതിൽ വരില്ലേ? ഇപ്പം ചേർത്ത് പറയേണ്ട കാര്യമാണ് ഇതൊക്കെ. ജയ്ക്ക്, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സൃഷ്ടിച്ചെടുത്ത വൈകാരികത കൊണ്ടൊന്നും ടെലിവിഷൻ സംവാദങ്ങളിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ. അതുകൊണ്ട് ഞാനിപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഉന്നയിച്ച ഒരു വാദത്തിന് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. കാരണം ഈ ചർച്ച ഉണ്ടായ കാലയളവ് മുതൽ കോൺഗ്രസിനാകെ പറയാനൊരു ഒറ്റ പോയിന്റേ ഉള്ളൂ. ആ പോയിന്റ് അദ്ദേഹം ഇങ്ങനെ സർവിത ചർവണം പോലെ പറയുന്നു. അത് ബഹുമാന്യനായ അഭിഭാഷക സുഹൃത്ത്, കോൺഗ്രസിൻ്റെ നല്ല നേതാവ്, അദ്ദേഹം അത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഞാൻ തിരികെ പറയില്ല, നിങ്ങൾ കോവളം MLA കൊണ്ട് പേപ്പർ എഴുതിച്ചുകൊണ്ട് വന്ന പോയിന്റ് നമ്മുടെ പെരുമ്പാവൂർ MLA കൊണ്ട് വായിച്ച് കേൾപ്പിച്ചിട്ടാണോ അങ്ങ് ഈ ചാനൽ ചർച്ചയിൽ വന്നത്? ഞാൻ അവരുടെ പേര് പോലും പറയുന്നില്ല കേട്ടോ. അപ്പം അതല്ല പ്രശ്നം. നമ്മുടെ മുമ്പിൽ പ്രശ്നം എന്താണ്? അദ്ദേഹം പരിഹസിച്ചു ഇപ്പോൾ കൂടെ മുഖ്യമന്ത്രി, അല്ലേ? ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക്. ഇവരുടെ PR ടീം ആഘോഷിക്കുന്നു. എൻ്റെ സുഹൃത്തെ, എങ്ങനെയാണ് നമുക്കങ്ങനെ പറയാൻ കഴിയുക? ആങ്കർക്ക് എനിക്ക് നല്ല ഉറപ്പുണ്ടല്ലോ, ഞാൻ കൂടെ പങ്കെടുത്തൊരു സംവാദത്തിൽ ഇപ്പോൾ മാവേലിക്കര ജയിലിൽ കിടക്കുന്ന ബഹുമാനിയനായ പഴയ കോൺഗ്രസ് നേതാവുണ്ടല്ലോ, ആ കോൺഗ്രസ് നേതാവ് ആങ്കറോട് പറയുന്നത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. ഞാൻ അങ്ങയുടെ വീട്ടിൽ വന്നിട്ടില്ലേ, അങ്ങയുടെ മാതാപിതാക്കളുമായി സംസാരിച്ചിട്ടില്ലേ? എനിക്ക് ഉറപ്പുണ്ട് ആങ്കറുമായി നല്ല സൗഹൃദമുണ്ടായിരുന്ന ആളാണ്. പക്ഷെ അതൊന്നും ഇപ്പോൾ ഈ ഘട്ടത്തിൽ പരാമർശ വിധേയമല്ലല്ലോ. അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നിലപാടെടുക്കുമ്പോൾ ആങ്കറെ ബാധിക്കില്ല എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. നമ്മളത് പറയുന്നില്ല. ഈ ഘട്ടത്തിൽ ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് പറഞ്ഞ് PR ടീം ആഘോഷിക്കുന്നു. സംശയമുണ്ട്, രാഹുലിന്റെ വീട്ടിൽ വന്നിട്ടില്ല, എന്റെ മാതാപിതാക്കളെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ചർച്ചയിൽ അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു, നമ്മളൊക്കെ പത്തനംതിട്ടക്കാരാണെന്ന് എന്ന് തുടങ്ങിയിട്ട്. പത്തനംതിട്ടക്കാരാണ് മാത്രമല്ല, നമ്മൾ ഒരുപാട് ചർച്ചയിൽ ഇരുന്നിട്ടുണ്ട്. കോൺഗ്രസ്സുകാരോട് രാഹുലിനെ ചർച്ചയ്ക്ക് വേണം എന്ന് ആവശ്യപ്പെട്ടിരുത്തിയിട്ടുണ്ട്. പോട്ടെ, വേറെ കാര്യം.
തീർച്ചയായിട്ടും. അപ്പം അങ്ങ് അങ്ങനെ എന്നെയും അദ്ദേഹത്തെയും പങ്കെടുപ്പിച്ച് നടത്തിയ ഒരു ചർച്ചയിൽ അദ്ദേഹം ഇങ്ങനെ അവകാശപ്പെട്ടിരുന്നു. എന്തായാലും ചിലപ്പോൾ തെറ്റായിരിക്കാം അദ്ദേഹത്തിന്റെ അവകാശവാദം, പക്ഷേ ഞാൻ ഓർക്കുന്നുണ്ട് അങ്ങ് അതിനോട് പക്ഷേ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക്, ഇത് PR ടീമിന്റെ ആഘോഷമല്ലേ? ഞാൻ പറയുന്നു, നമ്മളൊക്കെ ഏതു രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോഴും അടിസ്ഥാനപരമായി ആർദ്രതയുള്ള മനുഷ്യരല്ലേ നമ്മളെല്ലാവരും. നമ്മളെപ്പോലൊരാൾ ഈ ഒരു ഘട്ടത്തിൽ അതൊരു PR ടീം പ്രചരണമാണെന്ന് പറയാൻ പാടുണ്ടോ? കാരണം എന്താണ്, ആ വാചകം ആരുടേതായിരുന്നു? ഈ കേസിലെ സർവൈവറുടേതായിരുന്നില്ലേ? ആ സർവൈവർ എഴുതിയ കുറിപ്പിലെ ഏറ്റവും ഒടുവിലത്തെ വാചകം വായിക്കുന്ന ഏതു മലയാളിയും അന്തസ്സും ആർദ്രതയുമുള്ള ഏതു മനുഷ്യനും ഒരു PR എക്സസൈസ് ആണ് ഇതെന്ന് പറയൂ. എന്തായിരുന്നു ആ കുറിപ്പിലെ അവസാനത്തെ വാചകം? ലോകത്തിൽ നിന്ന് യാത്രയായി അക്രമമില്ലാത്ത, ഭയമില്ലാത്ത ഒരിടത്താണ് അവരുള്ളത്. ഞങ്ങളുടെ കണ്ണുനീർ കാണാനാകുന്നുണ്ടെങ്കിൽ അവരോട് പറയണം, അമ്മയൊരിക്കലും നിങ്ങളെ മറന്നിട്ടില്ല. നിങ്ങളുടെ അസ്തിത്വം പ്രധാനമാണ്, ആത്മാവും പ്രധാനമാണ്. നമ്മൾ വീണ്ടും കാണുന്നതുവരെ അമ്മയുടെ ഹൃദയത്തിൽ നിന്നെ സൂക്ഷിക്കും. കുഞ്ഞാറ്റെ, അമ്മ നിന്നെ ചന്ദ്രനോളം സ്നേഹിക്കുന്നു. ഈ കുറിപ്പ് ഒരാൾ പങ്കുവെച്ചാൽ, ഒരു കോൺഗ്രസ്സുകാരനാകട്ടെ പങ്കുവെക്കില്ലേ? ഞാൻ സത്യസന്ധമായി കരുതുന്നു പങ്കുവെക്കാൻ മനസ്സുള്ളവരാണ് നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് ഇടതുപക്ഷ ഭേദമില്ലാത്ത എല്ലാ മനുഷ്യരും. അപ്പോൾ പറയുകയാണ്, ഇതൊരു PR ടീം എക്സസൈസ് അല്ലേ? മുഖ്യമന്ത്രി അത് ഉയർത്തിപ്പിടിച്ചു എന്നുള്ളത് കൊണ്ട് ഏത് നെറികെട്ടവൻ ന്യായീകരിക്കാൻ വന്നാലും അതിനു മീതെ ഞങ്ങൾ ഇവരോടൊപ്പം നിലയുറപ്പിക്കുമെന്ന അന്തസ്സുള്ള മലയാളിയുടെ മനുഷ്യന്റെ പ്രഖ്യാപനമാണ്. അത് PR ടീം ആണെന്ന് പറഞ്ഞാൽ, PR പ്രചരണമാണെന്ന് പറഞ്ഞാൽ, പറയുന്നവന്റെ മുഖത്ത് നോക്കി 4 മടക്കി പോക്കറ്റിൽ വെക്കാൻ എനിക്ക് തിരികെ പറയേണ്ടതായിട്ട് വരും. ഈ മാതിരി വൃത്തികേട് വന്നത് പറയാനുള്ളതല്ല. അങ്ങ് ചർച്ചയിൽ ഈ പുരുഷാനുകൂലിയായി വേഷമിട്ട് പങ്കെടുക്കുന്ന പല ആളുകളെക്കാൾ നിലവാരം കുറഞ്ഞ ഒരു കോൺഗ്രസ്സുകാരനായിട്ട് അങ്ങ് മാറാൻ പാടില്ല. ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? എന്നിട്ടോ വയനാടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം മിണ്ടൂല്ല. ഞാൻ ഈ ചർച്ചയിൽ ഇനി വയനാടിനെ കുറിച്ച് കോൺഗ്രസ്സുകാരോട് ചോദിക്കില്ല കേട്ടോ. കാരണം എന്താണ്, രാഹുൽ ഗാന്ധി 100, പ്രിയങ്ക 100, കോൺഗ്രസിന്റെ 100, കർണാടക കോൺഗ്രസിന്റെ 100, നിങ്ങളുടെ പഴയ മാവേലിക്കര ജയിലിൽ കിടക്കുന്ന ആളുടെ 30, പിരിച്ച് കട്ടുമുടിച്ചിട്ട് പ്രതിദിനം 27,000 രൂപ വില വരുന്ന റൂമിൽ പോയി 7 സ്റ്റാർ റിസോർട്ടിലിരുന്ന് ഇടതുപക്ഷത്തെ എങ്ങനെ കെട്ടുകെട്ടിക്കാമെന്ന് ആലോചന നടത്തി. പണം എവിടാണെന്ന് ചോദിച്ചപ്പോ ഇദ്ദേഹം അല്ല കേട്ടോ, ഇദ്ദേഹത്തിന്റെ വലിയ നേതാവ് പറയുകയാണ്, കേന്ദ്രത്തിലും കേരളത്തിലും ഇല്ലല്ലോ, അപ്പൊ തന്നെ അധികാരം കാശുണ്ടാക്കാനാണ് കോൺഗ്രസിന് എന്നുള്ളത് അദ്ദേഹം സമ്മതിച്ചു. എന്നിട്ട് പറയുന്നത് എന്താണ്, ആ 7 സ്റ്റാർ റിസോർട്ടിൽ പോയിട്ട് ലക്ഷ്യ 100 ക്യാമ്പ് നടത്തി. ഏതോ പണം വയനാട്ടെ സാധാരണക്കാരനെ മുൻനിർത്തി ഈ മാവേലിക്കര ജയിലിൽ കിടക്കുന്നവനും അവന്റെ പിണിയാളുകളും പിരിച്ച് കട്ടുമുടിച്ച കാശ്, ആ കാശ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങളൊക്കെ പോയി 7 സ്റ്റാർ റിസോർട്ടിൽ ക്യാമ്പ് നടത്തുന്നത് അല്ലേ? അതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴോ വയനാട് എന്നൊരു അക്ഷരം വേണ്ടിയോ? ഞങ്ങൾ അഭിമാനത്തോടെ പറയും, 300 വീടിന്റെ താക്കോൽ ഫെബ്രുവരിയിൽ കൈമാറും. 100 വീട് എങ്ങനെയാ? രസീത് അച്ചടിച്ച് മുതലാളിയുടെ കാല് പിടിച്ച് 5 ലക്ഷം ചോദിച്ചതല്ല. ഒരു രസീത് അച്ചടിക്കാതെ അധ്വാനം വിറ്റു, കല്ല് ചുവന്നു, മണ്ണ് ചുവന്നു, മീൻ വിറ്റു, കല്ല് ചുവന്നും മണ്ണ് ചുവന്നും ആക്രി പെറുക്കിയും മീൻ വിറ്റും പത്രം ശേഖരിച്ചും മലയാളികളുടെ മുമ്പിൽ DYFI കൈനീട്ടി. ഞാൻ ആത്മാഭിമാനത്തോടെ പറയും, കോൺഗ്രസ് നേതാവേ, മലയാളി തിരികെ എല്ലാ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളി തിരികെ വെച്ചു തന്ന തുക എത്രയാണെന്നറിയുമോ? 20,44,689 രൂപ. 20 ലക്ഷത്തിന്റെ 100 വീട് ഫെബ്രുവരിയിൽ താക്കോല് കൈമാറും. ഞങ്ങൾ ടാഗോറിന്റെ വരികളുണ്ട്, വെർ ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ, മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ. ഞങ്ങൾ അഭിമാനത്തോടുകൂടെ ഏത് തോൽവിയുടെ നടുവിലും തോറ്റുപോകാത്ത രാഷ്ട്രീയത്തിന്റെ കൊടി ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ അഭിമാനത്തോടെ നിൽക്കും. നിങ്ങളോ കട്ടുമുടിച്ച കാശുമായിട്ട് 7 സ്റ്റാർ റിസോർട്ടിൽ പോയതിന്റെ പണം എവിടെ? ആ ചോദ്യം ചോദിക്കുമ്പോ ആ കേസ് ഈ കേസ് നിങ്ങൾക്കെതിരെ പരാതി കൊടുക്കാനോ സൗകര്യമില്ല. പരാതി എഴുതി കൊടുക്കുന്ന പേപ്പറിന്റെ നിലവാരമെങ്കിലും ആ പരാതിയുടെ ഇരകളായിട്ടുള്ള നിങ്ങൾക്ക് വേണം അല്ലെ? അതുകൊണ്ട് ഒരു പരാതിയും കൊടുക്കാൻ പോകുന്നില്ല. നിങ്ങൾ പിരിച്ച് കട്ടുമുടിച്ച കാശുമായിട്ട് ഇങ്ങനെ ചാനലിൽ വന്നിരുന്ന് നിൽക്കണം. കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം, രാഷ്ട്രീയത്തിൽ നിൽക്കണം. ഒറ്റ ചോദ്യം, അന്ന് എം മുകേഷ് MLA സ്ഥാനം രാജിവെക്കാത്തതിനെ പറ്റി ചോദിച്ചപ്പോൾ MV ഗോവിന്ദൻ പറഞ്ഞത് അതിൽ ടെക്നിക്കാലിറ്റി ആയിരുന്നു. ആ ടെക്നിക്കാലിറ്റി ഇങ്ങനെയാണ്, ഇപ്പോൾ രാജിവെപ്പിച്ചാൽ നാളെ അയാൾ കേസിന്റെ വഴിയിൽ കുറ്റമുക്തനായാൽ MLA സ്ഥാനം തിരികെ ഏൽപ്പിക്കാൻ കഴിയുമോ? പോഷയില്ല. അത് ആ ന്യായം രാഹുലിന്റെ ബാധകമാണോ? ഈ അയോഗ്യതയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എത്തിക്സ് കമ്മിറ്റിയിലേക്ക് പോകുന്നു, നിയമസഭയിലേക്ക് പോകുന്നു, അത് ഒരു MLA അങ്ങ് പുറത്താക്കൽ, അയോഗ്യനാക്കൽ എന്നുള്ളത് അത്ര കണ്ട് എളുപ്പമാണോ നിയമത്തിന്റെ വഴിയിൽ? ശ്രീ എം ആർ അഭിലാഷ്. ശ്രീ ഹാഷ്മി, ഗോവിന്ദ മാഷ് ആ വിഷയത്തിൽ അഭിപ്രായം പറയുന്നതിൻ്റെ തലേ ദിവസം 24-ൽ ഈ വിഷയത്തിൽ നമ്മുടെ ചർച്ചയിൽ തന്നെ ഞാൻ ഈ അഭിപ്രായം പറയുകയുണ്ടായി. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എക്സ്പെൽ ചെയ്യുക എന്നുള്ളത് പ്രായോഗികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പോൾ ഇത്രയും സമയമേ ഉള്ളൂ എന്ന് മാത്രമല്ല, ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എത്തിക്സ് കമ്മിറ്റിക്ക് അതിന് ചെയ്യാൻ അധികാരമുണ്ടോ? കമ്മിറ്റിക്ക് തീർച്ചയായിട്ടും അധികാരമുണ്ടെന്ന് മാത്രമല്ല, 2005-ലെ കോഴയുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചോദിക്കുന്ന വിഷയത്തിന് ക്യാഷ് ഫോർ ക്വസ്റ്റ്യൻ സ്കാമിൽ
രാജ്യസഭാംഗമായിരുന്ന ഡോക്ടർ ലോധയെ എക്സ്പെൽ ചെയ്ത് രാജ്യസഭയുടെ എത്തിക്സ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. എത്തിക്സ് കമ്മിറ്റി തീരുമാനം എടുത്തിട്ടാണ്. പക്ഷേ ഇവിടെ ഇനിയിപ്പോൾ സഭയുടെ കാലാവധി അവസാനിക്കുകയാണ്. നീതിയുക്തമായിട്ടുള്ളൊരു നടപടിക്രമത്തിന് ശേഷം അദ്ദേഹത്തിനെ എക്സ്പെൽ ചെയ്യുക ഇതൊന്നും നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമല്ല. പക്ഷേ സുപ്രീം കോടതി രാജാ റാംപാൽ കേസിൽ പറഞ്ഞതനുസരിച്ച് അതിന് പൂർണ്ണമായിട്ടും അതിനുള്ള അധികാരമുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രീ ഹാഷ്മി, ഈ മെഡിക്കൽ എക്സാമിനേഷൻ ഓഫ് വിക്ടിം, റേപ്പ് വിക്ടിം എന്ന് പറയുന്നത് CRPCയുടെ സെക്ഷൻ 164A പിന്നെ BNSS ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ 184 വ്യക്തമാക്കുന്നതാണ്. അത് ഇറ്റ് ഈസ് പ്രപ്പോസ് ടു ഗെറ്റ് ദ വിക്ടിം എക്സാമിൻഡ്. അത് എക്സെപ്ഷണലി വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ അല്ല. അതുകൊണ്ട് തന്നെ മെഡിക്കൽ എക്സാമിനേഷന്റെ ആബ്സൻസിലും കുറ്റാരോപിതനെ ശിക്ഷിക്കാൻ കഴിയും. അത് സമയം കഴിയാണ്. പക്ഷെ നമ്മുടെ ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ ധാർമ്മികത, നമ്മുടെ ഈ സദാചാര ബോധം അല്ലെങ്കിൽ നമ്മുടെ രോഷം ഒന്നും കോടതിയിൽ വർക്കൗട്ട് ആവുന്ന ഒന്നുമല്ല. കോടതിയിൽ ഈ പറയുന്ന തെളിവുകൾ, കോടതിക്ക് പ്രധാന തെളിവുകൾ പഴുതുകളില്ലാത്ത തെളിവുകളാണ്. ഈ കേസിന് കോടതിയിലെ വിധി എന്താണ് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷെ അതൊന്നും രാഹുൽ ചെയ്ത അക്രമത്തിന് ന്യായമോ മറയോ അല്ല. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി.